മുഖ്തസർ സബക്ക് 300 പേജ് 430. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മതാലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാറിൽ ബലാഗ وعلى آله وأصحابه المحرسين قصبات السبق في مضمار الفصاحة والبراءة. فصل. وقد يطلق المجاز على كلمة تغير حكم إعرابها. فصل النذر فصلان. وقد يطلق المجاز ചിലപ്പോൾ മജാസിനെ പറയപ്പെടും അലാ കലിമത്തിൻ ഒരു കലിമത്തിൻ്റെ മേൽ. എങ്ങനത്തെ കലിമത്ത്? തഗയ്യറ ഹുക്കുമ് ഇറാബിഹ, ആ കലിമത്തിന്റെ ഇറാബ് എന്ന ഹുക്കുമ് പകർച്ചയായിട്ടുണ്ട്, വ്യത്യാസമായിട്ടുണ്ട്. ഫസ്ലുൻ ഫി ബയാനി മഅനൻ ആഖറ യുത്ലഖു അലൈഹി ലഫ്ദുൽ മജാസി. മജാസ് എന്ന ലഫ്ദിനെ മറ്റൊരു മഅനയിൽ പറയപ്പെടും. അങ്ങനത്തെ മഅനാന്റെ ബയാനിൽ ഉള്ള ഫസ്ലാണ്. ഫസ്ലുൻ ഫി ബയാനി മഅനൻ ആഖറ, ഇതൊരു മറ്റൊരു മഅനായുടെ ബയാനിലുള്ള ഫസ്ലാണ്. എങ്ങനത്തെ ഒരു മഅന? യുത്ലഖു അലൈഹി ലഫ്ദുൽ മജാസി, അതിൻ്റെ മേൽ എന്താണ്? മജാസ് എന്ന ലഫ്ദിനെ പറയപ്പെടും. അപ്പോൾ എങ്ങനെ പറയപ്പെടും? അലാ സബീലിൽ ഇഷ്തിറാക്കി, ആ പറയപ്പെടൽ തന്നെ ഇഷ്തിറാക്കിന്റെ വഴിയിലൂടെയായ നിലയിൽ. എന്ന് പറഞ്ഞാൽ മുസ്തറക്ക് ലഫ്ലിയായ നിലയിൽ. അതായത് മജാസ് എന്ന ലഫ്ലിന് മൗലൂ ലഹുവായ മാന, ഹക്കീക്കിയായ മാന രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മൗലൂ ലഹുവായ കലിമത്തിനെ ഏതൊരു മാനാക്കാണോ വലഇ ചെയ്തത്, ആ മാന അല്ലാത്തതിൽ കലിമത്തിനെ ഉപയോഗിക്കൽ, അതിന് മജാസ് എന്ന് പറയും. മറ്റൊന്ന് കലിമത്തിന്റെ അസ്ലിയായ ഇറാബ് വ്യത്യാസമായി മറ്റൊരു ഇറാബ് പകരം വന്നു, അങ്ങനത്തെ കലിമത്തിനും മജാസ് എന്ന് പറയും. ഈ രണ്ട് മഅനാക്ക് മജാസിനെ വലഇ ചെയ്തു. അപ്പോൾ മജാസ് മുസ്തർക്ക് ലഫ്ലിയായി. അതാണ് ഇവിടെ ശുറൂഹ് തൽഖീസ് ദസൂഖിയിൽ പറയുന്നുണ്ട് 4231. അലാ സബീലിൽ ഇഷ്തിറാക്കി എന്ന് പറഞ്ഞാൽ അയ്യൽ ലഫ്ലിയി, ലഫ്ലിയായ ഇഷ്തിറാക്കിന്റെ വഴിയിൽ ആയ നിലയിൽ. അലാ സബീലിൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കിന്റെ വഴിയുടെ മേലിലായ നിലയിൽ പറയപ്പെടും എന്ന് പറഞ്ഞല്ലോ. അത് ലഫ്ലിയായ ഇഷ്തിറാക്ക്. അതെങ്ങനെ? ബിയാ യുക്കാല ഇന്ന ലഫ്ള മജാസിൻ ഉളിഅ ബി വളുഇനി, രണ്ട് വളുഇ കൊണ്ട് അതിനെ വളുഇ ചെയ്യപ്പെട്ടു. അപ്പൊ രണ്ട് മൗലൂ ലഹു ആയ മാനുണ്ട്, ഹക്കീക്കിയായ രണ്ട് മാനയുണ്ട്. അഹദുഹുമാ അൽ കലിമത്തുൽ മുസ്തഅമലത്തു ഫീ ഗൈരി മാ ഉളിഅത് ലഹു ലി അലാഖത്തിൻ വ കരീനത്തിൻ, കരീനത്തും അലാഖത്തും ഉണ്ടായതിനു വേണ്ടി വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെട്ട കലിമത്ത്. വസാനി അൽ കലിമത്തുല്ലത്തി തഗയ്യറ ഹുക്മു ഇറാബിഹൽ അസ്ലിയി, ഒരു കലിമത്തിന്റെ അസ്ലിയായ ഇറാബ് പകർച്ചയായി അങ്ങനെയുള്ള കലിമത്ത്. ഈ രണ്ട് മാനാക്ക് ഉദവി ചെയ്തു. ആ നിലക്ക് മജാസിനെ ആ മാനാക്ക് പറയും. അവി തശാബുഹി, അല്ലെ തശാബുഹിന്റെ വഴിയിലൂടെ മേലിലായ നിലയിൽ. തശാബുഹിന്റെ വഴിയിലൂടെയായ നിലയിൽ എന്ന് പറഞ്ഞാൽ മജാസ് എന്ന ലഫ്ദിന് ഒരു മാനേ ഉള്ളൂ. അതേതാണ്? അൽ കലിമത്തുൽ മുസ്തഅമലത്തു ഫീ ഗൈരി മാ ഉളിഅത് ലഹു ലി അലാഖത്തിൻ വ കരീനത്തിൻ, അലാഖത്തും കരീനത്തും ഉണ്ടായതിനു വേണ്ടി വെക്കപ്പെട്ട മാന അല്ലാത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു കലിമത്ത്. ആ മാനാക്കാണ് മജാസിനെ വലഇ ചെയ്തത്. ആ മാനയോട്, ആ കലിമത്തിനോട്, അതാണൊരു മാന,
വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെട്ട കലിമത്ത്, അതാണ് മജാസിന്റെ മാന. ആ മാനയോട് ഇറാബ് പകർച്ചയായ കലിമത്തിനെ തശ്ബീഹാക്കുക. എന്നിട്ട് ഈ ഇറാബ് പകർച്ചയായ കലിമത്തിന് മജാസ് എന്ന പേര് ഉപയോഗിക്കുക. അതായത് മുശബ്ബഹ് ബിഹിയുടെ ലഫ്ദിനെ മുശബ്ബഹിന് ഉപയോഗിക്കുക, റഅയ്തു അസദൻ പോലെ. അപ്പോ അസദിനെ ചെയ്തത് ഹൈവാൻ മുഫ്തരിസിനാണ്. അതിനോട് റജുലു സുജാഇനെ തശ്ബീഹാക്കി. എന്നിട്ട് അർറജുലു സുജാഇന്റെ സ്ഥാനത്ത് അസദിനെ ഉപയോഗിക്കുന്നത് പോലെ ഇറാബ് പകർച്ചയായ കലിമത്തിനെ വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ച കലിമത്തിനോട് തശ്ബീഹാക്കിയിട്ട് ഇറാബ് പകർച്ചയായ കലിമത്തിന് മജാസ് എന്ന പ്രയോഗം നടത്തുക. അത് തശാബുഹിന്റെ വഴിയിലൂടെയുള്ള പ്രയോഗമാണ്. അത് ഇസ്തിആറത്താവും, അത് മജാസാകും. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഇറാബ് പകർച്ചയായ കലിമത്ത് ഹക്കീക്കിയായ മാനയാണ്, മജാസ് എന്ന ലഫ്ദിന്റെ. രണ്ടാമത് പറഞ്ഞതനുസരിച്ച് മജാസിയായ മാനയുമാണ്. വഖദ് യുത്ലഖുൽ മജാസു, ചിലപ്പോൾ മജാസിനെ പറയപ്പെടും അലാ കലിമത്തിൻ, ഒരു കലിമത്തിന്റെ മേൽ. എങ്ങനത്തെ കലിമത്ത്? തഗയ്യറ ഹുക്മു ഇറാബിഹ, ആ കലിമത്തിന്റെ ഇറാബ് എന്ന ഹുക്മ് പകർച്ചയായിട്ടുണ്ട്. ഐ ഹുക്മുഹ, ആ കലിമത്തിന്റെ ഹുക്മ്. അല്ലദീ ഹുവൽ ഇറാബു, ഹുക്മ ഏതാണ്? അത് ഇറാബാണ്. ഹുക്മ് ഇറാബാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരർത്ഥം വെച്ചത് അല അന്നൽ ഇദാഫത്തലിൽ ബയാനി, ഹുക്മു ഇറാബിഹ, അവിടെയുള്ള ഇദാഫത്ത് ബയാനിനാണ് എന്ന നിലയിൽ. ഐ തഗയ്യറ ഇറാബുഹ, ആ കലിമത്തിന്റെ ഇറാബ് പകർച്ചയായി. മിൻ നൗഇൻ ഇലാ നൗഇൻ ആഖറ, ഒരു നൗഇൽ നിന്ന് മറ്റൊരു നൗഇലേക്ക്. അതെന്താണ്? ജറിൽ നിന്ന് റഫയിലേക്ക്, അല്ലെങ്കിൽ ജറിൽ നിന്ന് നെസ്ബിലേക്ക്, അല്ലെങ്കിൽ നെസ്ബിൽ നിന്ന് ജറിലേക്ക്, ഇങ്ങനെയെല്ലാം പകർച്ചയാകുക. പിന്നെ ബി ഹദിഫി ലഫ്ദി, ഒരു ലഫ്ദിനെ കളഞ്ഞ കാരണം കൊണ്ട് ഇറാബ് പകർച്ചയായി. അപ്പോൾ ഒരു ഹദഫ് മജാസ് അവിടെ വേറെ ഉണ്ടാവണം. ഒരു ലഫ്ദിനെ കളയൽ ഒരു മജാസാണ്. അതിന്റെ പുറമെ ഇറാബ് പകർച്ചയായ കലിമത്ത് മറ്റൊരു മജാസാണ്. ഔ സിയാദത്ത് ലഫ്ദിൻ, അല്ലെങ്കിൽ ഒരു ലഫ്ദിന്റെ സിയാദത്ത് കൊണ്ട് ഇറാബ് പകർച്ചയായി. ഫല്ലവ്വൽ, ഒന്നാമത്തത് കൗലി തആല, അല്ലാഹുവിന്റെ കൗല് പോലെയാണ്. വജാഅ റബ്ബുക വഖൗലിഹി തആല വസ്അലിൽ ഖറിയത്ത, അപ്പോൾ അവിടെ ഇറാബ് പകർച്ചയായി. റബ്ബുക എന്നതിന്റെ അസ്ലിയായ ഇറാബ് റബ്ബിക്ക എന്നാണ്. വസ്അലിൽ ഖറിയത്തിന്റെ അസ്ലിയായ ഇറാബ് അൽ ഖറിയത്തി എന്നാണ്, ജറാണ്. വസാനി, രണ്ടാമത്തത് മിസ്ലു ഖൗലി തആല ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലത്തവനില്ല എന്നാണ്. ഐ ജാഅ അംറു റബ്ബിക എന്നാണ് ജാഅ റബ്ബുക എന്നതിന്റെ മാന. അപ്പൊ ഈ റബ്ബ് എന്ന ലഫ്ദിന്റെ ഇറാബ്, അസ്ലിയായ ഇറാബ് മുളാഫ് ഇലൈഹി ആയിട്ട് ജറാണ്. അത് മുളാഫ് എന്ന അമ്രിനെ കളഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് റബ്ബുക്ക എന്നുള്ളത് നിന്നു. അപ്പൊ റബ്ബുക്കക്ക് ജറ് പോയി റഫ് ആയി. അർത്ഥം എന്താണ്? ജാ റബ്ബുക്ക, റബ്ബിന്റെ കൽപ്പന വന്നു എന്ന് തന്നെയാണ്. അതിൽ ഇസ്തിഹാലത്തിൽ മജീ അനില്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് വരവ് മുഹാലായതിനു വേണ്ടി. ജാ റബ്ബുക്ക, റബ്ബ് വന്നു എന്നാണല്ലോ, അത് മുഹാലാണ്. അപ്പൊ റബ്ബിന്റെ കൽപ്പന വന്നു എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ റബ്ബുക്ക എന്നതിന്റെ റഫഅ് അത് മജാസിയായ റഫ് ആണ്. ആ റബ്ബുക്ക എന്നതിന് അസ്ലിയായ ഇറാബ് ജറാണ്. ഇപ്പോൾ അതിന് റഫഅ് വന്നു ഫായിലായിട്ട്. അതുകൊണ്ട് റബ്ബുക്ക എന്നുള്ളത് ആ കലിമത്ത് മജാസാണ് എന്നർത്ഥം. ഇറാബ് പകർച്ചയായ കലിമത്ത് റബ്ബുക്കാണല്ലോ, അത് മജാസാണ്.
അഹ്ലൽ കറിയത്തീന, വസ്അലിൽ കറിയത്തിന്റെ അർത്ഥം കറിയന്റെ അഹ്ലുകാരോട് ചോദിക്കുക എന്നാ. അപ്പോൾ അവിടെ ഒരു മുളാഫിനെ കളഞ്ഞിട്ടുണ്ട്. ലിൽ ഖത്ഇ ബി അന്നൽ മഖ്സൂദ ഹാഉന സുആലുൻ മിൻ അഹ്ലിൽ ഖറിയത്തി, കറിയന്റെ അഹ്ലുകാരോട് ചോദിക്കലാണ്, കറിയനോട് ചോദിക്കലല്ല. അപ്പോൾ അവിടെ മുളാഫിനെ കളഞ്ഞു. ഇനി വഇൻ ജഅൽത നീ ആക്കുകയാണെങ്കിൽ, എന്ത് അൽ കറിയത്ത, കറിയത്തിന് നീ ആക്കുകയാണെങ്കിൽ മജാസൻ അൻ അഹ്ലിഹ, അഹ്ലുൽ കറിയത്തിനെ തൊട്ട് മജാസാക്കി എന്ന് പറഞ്ഞാൽ അൽ കറിയത്തിന് അതിനെ വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ചു. ആദ്യം പറഞ്ഞതനുസരിച്ച് കറിയത്തിനെ വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ചിട്ടില്ല. കറിയക്ക് വെക്കപ്പെട്ട മാനയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു മുളാഫിനെ നമ്മൾ അവിടെ സങ്കല്പിക്കും. ഇവിടെ മുളാഫിനെ സങ്കല്പിക്കണില്ല. പിന്നെന്ത് ചെയ്യാണ്? കറിയത്തിനിക്ക് ഏത് മാന കൊടുത്തു? അഹ്ലുൽ കറിയത്ത് എന്ന് മാന കൊടുത്തു. അപ്പൊ കറിയത്തിനെ വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ചു. അപ്പൊ കറിയത്ത് എന്ന് പറഞ്ഞ എന്തായി? വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ച കലിമത്തായി. ശരി, ഈറാബ് വാർച്ചയായ കലിമത്തിൽ പെടൂല. നമ്മൾ സംസാരിച്ചു വരുന്നത് ഈറാബ് വാർച്ചയായ കലിമത്താണ്. കറിയത്തിനെ മജാസൻ അൻ അഹ്ലിഹ, അഹ്ലുൽ കറിയത്തിനെ തൊട്ട് മജാസാക്കുകയാണെങ്കിൽ ലം യകുന്നി കലാമാവുകയില്ല മിൻ ഹാദൽ കബീലി. ഈ ഈറാബ് പകർച്ചയായ കലിമത്ത് ഈറാബ് പകർച്ചയായ കലിമത്തിന്റെ ഇനത്തിൽ പെട്ടതാകൂല. അപ്പോൾ അത് മജാസ് മുർസലായിരിക്കും. അതെങ്ങനെ? കറിയത്തിന് അഹ്ലുൽ കറിയത്തിന്റെ മാന കൊടുത്തു അല്ലേ? അപ്പൊ കറിയ എന്നുള്ളത് മഹല്ലാണ്. അഹ്ലുൽ കറിയത്തോ അഹ്ല് ഹാലുമാണ്. മഹല്ല് പറഞ്ഞ് ഹാല് മുറാദ്, അത് മജാസ് മുർസലാകും. അപ്പോൾ അത് വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ച കലിമത്താകും. ഇറാബ് വാർച്ചയായ കലിമത്തിൽ പെടുകയില്ല. ഇനി വലൈസ മിസ്ലഹു ഷൈഉൻ എന്നാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിന്റെ മാന. ലൈസ കമിസ്ലിഹി ഷൈഉന്റെ നേരെ ഹക്കീക്കിയ മാന എന്താ? അള്ളാഹുവിനെ പോലത്തവനെ പോലെ ഒരു ഷൈഉം ഇല്ലാന്നാ. ആ അർത്ഥം പറ്റൂല. വലൈസ മിസ്ലഹു ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു ഷൈഉം ഇല്ലാന്നാണ്. കാരണം അന്നൽ മഖ്സൂദ, ഇവിടെ മഖ്സൂദ് നഫിയു അൻ യകൂന ഷൈഉൻ മിസ്ലുല്ലാഹി, അള്ളാഹുവിനെ പോലെ ഒരു ഷൈഉ ഉണ്ടാവൽ നഫി ചെയ്യലാണ്. ഉണ്ടാവലിനെ നഫി ചെയ്യലാണ്. അപ്പോൾ ഈ കാഫ് സായിദയാക്കണം. ലാ നഫിയു അൻ യകൂന മിസ്ലു മിസ്ലിഹി, അള്ളാഹുവിനെ പോലത്തവൻ ഉണ്ടാവലിനെ നഫി ചെയ്യലല്ല. കാഫ് അസ്ലിയാണെങ്കിൽ പോലത്തവൻ ഇല്ലാന്നാവും. അതല്ല, അള്ളാഹ്ക്ക് മിസിലില്ല എന്ന് പറയലാണ് മഖ്സൂദ്. അതുകൊണ്ട് കാഫ് സായിദയാണ്. കാഫ് സായിദയാകുമ്പോൾ ഈ മിസിലിന്റെ ഇറാബ് നെസ്ബാണ്. കാഫ് കടന്നപ്പോൾ ജറായി. അപ്പോൾ മിസിൽ എന്നുള്ളത് ഇറാബ് വാർച്ചയായ കലിമത്താണ്. ഫൽഹുക്കുമുൽ അസ്ലിയു ലി റബ്ബുക, റബ്ബുക എന്നതിന്റെ അസ്ലിയായ ഹുക്കുമ്, അതായത് അസ്ലിയായ ഇറാബ്. വൽ കറിയത്ത എന്നതിന്റെ അസ്ലിയായ ഇറാബും ഹുവൽ ജർറു, ജറാണ്. വഖത്ത് തഗയ്യറ ഫിൽ അവ്വലി, അവലിൽ അത് പകർച്ചയായി റബ്ബുക എന്നതിൽ ഇല റഫി, റഫിയിലേക്ക്. ഒഫിസാനി കറിയത്തിൽ ഇല നസ്ബി, നസ്ബിലേക്കും. ബി സബബി ഹദിഫിൽ മുലാഫി, മുലാഫിനെ കളഞ്ഞ കാരണം കൊണ്ട്. വൽഹുക്കുമുൽ അസ്ലിയു ഫി മിസ്ലിഹി, ഫി മിസ്ലിഹി എന്ന് പറയാം. ലൈസക്ക മിസ്ലിഹി എന്നല്ലേ? മിസ്ലിഹി എന്നതിലുള്ള അസ്ലിയ ഹുക്കുമ്, അതായത് ലൈസക്ക മിസ്ലിഹി ഷൈഉൻ എന്നതിലുള്ള ആ മിസ്ലിഹി എന്നതിലുള്ള അസ്ലിയായ ഹുക്കുമ്.
ഹുവ നസുബ് നസുബാണ്. ലൈസ മിസ്ലഹു ഷൈഉൻ ലിഅന്നഹു ഖബറു ലൈസ ലൈസന്റെ ഖബറാണ്. വഖദ് തഗയ്യറ ഇലൽ ജർരി ജർറിലേക്ക് വ്യത്യാസമായി ബി സബബി സിയാദത്തിൽ കാഫി കാഫ് സായിദയാവൽ എന്ന കാരണം കൊണ്ട്. ഇനി നോക്ക്, ഫകമാ ഉസിഫത്തിൽ കലിമത്തു, ഒരു കലിമത്തിനിക്ക് വസുഫ് പറയപ്പെടും പോലെ, മജാസ് എന്ന് വസുഫ് പറയപ്പെടും പോലെ, ബിൽ മജാസി മജാസ് എന്നതുകൊണ്ട് വസുഫ് പറയപ്പെടും പോലെ. അതെങ്ങനെ? ബി ഇത്തിബാരി നഖ്ലിഹ, ആ കലിമത്തിനെ നക്കൽ ചെയ്യൽ എന്ന ഏറ്റിബാറ് കൊണ്ട്, മജാസ് കൊണ്ട് ഒരു കലിമത്തിനിക്ക് വസുഫ് പറയപ്പെടും പോലെ. മജാസ് കൊണ്ട് കലിമത്തിനിക്ക് വസുഫ് പറയുന്നത് ഏത് നിലക്കാണത്? ബി ഇത്തിബാരി നഖ്ലിഹ, ആ കലിമത്തിനെ നക്കൽ ചെയ്യൽ എന്ന പരിഗണന കൊണ്ട്. അൻ മഅനാഹൽ അസ്ലിയി, അതിൻ്റെ അസ്ലിയായ മഅനയിൽ നിന്ന് അതിനെ നക്കൽ ചെയ്തു. ആ ഈത്തിബാർ അനുസരിച്ച് ഒരു കലിമത്തിനിക്ക് മജാസ് എന്ന് വസുഫ് പറയപ്പെടും പോലെ, കദാലിക്ക അതേപോലെ ഉസിഫത്ത് കലിമത്തിന് വസുഫ് പറയപ്പെടും ബിഹി മജാസ് കൊണ്ട്, ഇത്തിബാരി നഖ്ലിഹ, ആ കലിമത്തിനെ നക്കൽ ചെയ്യൽ എന്ന പരിഗണന കൊണ്ട്, അൻ ഇറാബിഹൽ അസ്ലിയി, അതിൻ്റെ അസ്ലിയായ ഇറാബിൽ നിന്ന് അതിനെ നക്കൽ ചെയ്തു എന്നാണ്. വല്ലാഹിറു ഇബാറത്തിൽ മിഫ്താഹി, മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ, മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ എന്താണ്? മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ എന്താ? പിന്നെ മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ അന്നൽ മൗസൂഫ ബിഹാദൻ നൗഇ മിനൽ മജാസി, മജാസിന്റെ ഇനത്തിൽ നിന്ന് ഈ ഇനം കൊണ്ട് വസുഫ് പറയപ്പെട്ടത്, ഈ നൗ എന്ന് പറഞ്ഞാൽ ഇറാബ് പകർച്ചയാകുന്ന കലിമത്തിനിക്ക് മജാസ് എന്ന് പറയൂ എന്നാണ് പറഞ്ഞത്. ആ നൗ കൊണ്ട് വസുഫ് പറയപ്പെട്ട മജാസിൽ നിന്ന് ഈ നൗ കൊണ്ട് വസുഫ് പറയപ്പെട്ടത് ഉവ നഫ്സുൽ ഇറാബ്, ഇറാബാണ് കലിമത്തല്ല. അപ്പം ഈ ഇറാബ് പകർച്ചയായോടത്ത് ഇറാബ് അസ്ലിയായ ഇറാബ് പകർച്ചയാകൽ എന്ന ഇനം, ആ ഇനത്തിൽ മജാസ് ഏതാണ്? അസ്ലിയായ ഇറാബ് പകർച്ചയാവൽ എന്ന ഒരു വകുപ്പുണ്ട്, അവിടെ മജാസ് എന്ന പ്രയോഗവും ഉണ്ട്. ആ മജാസ് എന്നതുകൊണ്ടുള്ള മൗസൂഫ് ഹുവ നഫ്സുൽ ഇറാബാണ് എന്നാണ് മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ. ലാഹിറാണത്. അതെ, എന്താ ലാഹിർ എന്ന് പറയാൻ കാരണം? അവിടെ ലാഹിർ എന്ന് പറയാൻ കാരണം, അതെ, ഇറാബ് എന്ന് പറഞ്ഞാൽ ഹുവ നഫ്സുൽ ഇറാബി, അതായത് എങ്ങനത്തെ ഇറാബ്? അസ്ലിയായ മഹല്ലല്ലാത്തിൽ ഉപയോഗിച്ചു. അപ്പൊ സക്കാക്കിന്റെ അഭിപ്രായത്തിൽ കറിയത്തിലുള്ള നെസ്ബ്, ആ നെസ്ബാണ് മജാസ്. ആ നെസ്ബിലാണ് എന്തുണ്ടായത്? മജാസ് പ്രയോഗം ഉണ്ടായത്. മിഫ്താഹിന്റെ ഭാരത്തിന്റെ ലാഹിർ, മിഫ്താഹിൽ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ കൗലിനെ പറ്റി സക്കാക്കി പറഞ്ഞത്, ലഅന്നഹു ഖാല ഫീ ഖൗലിഹി തആല വജാഅ റബ്ബുക അൽ ഹുക്മുൽ അസ്ലിയ്യു ഫിൽ കലാമി, കലാമിലുള്ള അസ്ലിയായ ഹുക്മ് ലി റബ്ബിക, ഖാല ഫീ ഖൗലിഹി തആല ദസൂഖിയില്
വജാ റബ്ബുക അൽ ഹുക്മുൽ അസ്ലിയു ഫിൽ കലാമി ലി റബ്ബിക ഹുവൽ ജർറു ജറാണ് എന്നാ. അമ്മർ റഫഉ ഫമജാസു എന്നാ പറഞ്ഞത്. റഫഉ മജാസാണ്. റഫഉ മജാസാണ്. അസ്ലിയായ ഇറാബ് ജറാണ്. റഫഉ മജാസാണ്. അതുപോലെ തന്നെ വസറഹ ഇലം ബി അന്ന നസ്ബ ഫിൽ ഖറിയത്ത്, ഖറിയത്തിന്റെ നസ്ബ് ഫി ഖൗലി തആല വസഅലിൽ ഖറിയത്ത. പിന്നെ വൽ ജറ ബി അന്ന നസ്ബ ഫിൽ ഖറിയത്തി വൽ ജറ ഫി കമിസ്ലിഹി, കമിസ്ലിയിലെ ജർറു മജാസാണ് എന്നാ. അപ്പൊ റഫ് മജാസാണ്, ജർറ് മജാസാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോ മജാസ് എന്ന പ്രയോഗം ഇറാബിനാണ് നൽകിയിട്ടുള്ളത്. അതാണ് ലാഹിർ അങ്ങനെ ആകാനുള്ള കാരണം. കാല ലാഹിർ ഇബാറത്തിൽ മിഫ്താഹി ഇംകാനി തൈവീൽ റഫീ ബിൽ മർഫൂഇ. ഈ റഫിനുക്കും അതുപോലെ തന്നെ നസ്ബിനുക്കും റഫ് മർഫൂ മൻസൂബ് എന്ന് തൈവീൽ ചെയ്യാമല്ലോ. അപ്പൊ കലിമത്താകും. മർഫൂ ഇറാബല്ലല്ലോ, കലിമത്താണല്ലോ. അപ്പൊ റഫ് ആണ് നസ്ബാണ് എന്ന് പറഞ്ഞപ്പോൾ ലാഹിർ എന്താണ്? റഫ് മജാസാണ്, നസ്ബ് മജാസാണെന്ന് പറയുമ്പോൾ ഇറാബാണ് മജാസ് കൊണ്ട് വസ്ഫ് സിദ്ധിച്ചത് എന്നാണ്. അതേ സമയത്ത് റഫിന് മർഫൂ എന്നും നസ്ബിന് മൻസൂബ് എന്നും മായന കൊടുത്താൽ ഇറാബാകൂല, കലിമത്ത് തന്നെയാവും. മജാസ് എന്ന പേര് കലിമത്തിന് തന്നെയാകും. അതെന്തോ ആവട്ടെ. വമാ ദക്കറഹുൽ മുസന്നിഫു അക്റബു, മുസന്നിഫ് പറഞ്ഞതാണ് ന്യായത്തോടടുത്തത്. കാരണം മജാസ് വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിച്ച കലിമത്ത് അതും മജാസ്. അപ്പൊ മജാസിന്റെ മദുലൂൽ അവിടെ കലിമത്താണ്. സക്കാക്കി പറഞ്ഞതനുസരിച്ച് മജാസിന്റെ മദുലൂൽ ആരാകൂല, കലിമത്താകൂല. കലിമത്തിന്റെ ഒരു കൈഫിയത്താണ് മജാസാവുക. അപ്പൊ മദുലൂല് വ്യത്യാസമാകും. മുസന്നിഫ് പറഞ്ഞതനുസരിച്ച് രണ്ട് മജാസും മദുലൂൽ എന്താണ്? രണ്ട് മജാസിന്റെ മദുലൂല് കലിമത്ത് എന്ന ഒറ്റ വാക്കാകും. സക്കാക്കി പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് മദുലൂല് കലിമത്തും മറ്റൊരു സ്ഥലത്ത് കലിമത്തിന്റെ ഹൈഅത്തുമാണ് മദുലൂലാവുക. അതുകൊണ്ട് ന്യായത്തോടടുത്തത് മുസന്നിഫ് പറഞ്ഞതാണ്. വൽ ഖൗലു ബിസിയാദത്തിൽ കാഫി ഫീ ഖൗലി തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ അഖുദും ബില്ലാഹിരി, അത് ലാഹിർ കൊണ്ട് പിടിക്കലാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ കാഫ് സായിദയാണ്. അതുകൊണ്ടാണ് മിസ്ലിക്ക് നസ്ബ് പോയി ജർറ് വന്നത്. ആ സായിദ കൊണ്ടാണ്, സായിദയായിട്ടാണ് കാഫിനെ സായിദയാക്കിയത് കൊണ്ടാണല്ലോ. അപ്പൊ കാഫ് സായിദയാണെന്നുള്ള കൗല് ലാഹിർ കൊണ്ടുള്ള പിടിക്കലാണ്. അപ്പൊ അത് സായിദ അല്ലാതെയും ആവാന്നാ. അപ്പൊ പിന്നെ അവിടെ ഇറാബ് വാർച്ചയായിട്ടുണ്ടാവൂല. യഹ്തമിലു അല്ല തക്കൂന സായിദൻ, ഈ കാഫ് സായിദ ആവാതിരിക്കൽ ഇഹ്തിമാലുണ്ട്. അപ്പൊ അർത്ഥം എന്താകും? ലൈസക മിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലത്തവൻ ഇല്ല. അള്ളാഹുവിനെ പോലത്തവനെ പോലെ ഒരു ഷൈഉമില്ല. അപ്പോ ബൽ എന്നല്ല വയക്കൂനു കലാമാകും നഫിയൻ ലിൽ മിസ്ലി, മിസ്ലിനെ നഫി ചെയ്യലാവുകയും ചെയ്യും. ഈ തരീഖിൽ കിനായത്ത്, കിനായത്തിന്റെ തരീഖുണ്ട്. അപ്പോൾ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിന്റെ അർത്ഥം എന്താകും? ഹക്കീക്കി അർത്ഥം അള്ളാഹുവിനെ പോലത്തവനെ പോലെ ഒരു ഷൈഉമില്ല എന്നാണ് ഹക്കീക്കിയായ മായന. പക്ഷെ ആ മായനയല്ല മുറാദ്. മുറാദ് എന്താണ്? അള്ളാഹുവിനെ പോലെ ഒരു ഷൈഉമില്ല എന്നാണ്. അതാണ് വയറ്റുമിൽ അല്ലാ തക്കൂന, ആ കാഫ് ആകാതിരിക്കൽ ഇഹ്തിമാലുണ്ട്. സായിദത്തൻ ബൽ എന്നല്ല വയക്കൂനു കലാമാകും നഫിയല്ലിൽ മിസ്ലി, മിസ്ലിനെ നഫി ചെയ്യലാകും ബിത്തരീഖിൽ കിനായത്ത്, കിനായത്തിന്റെ വഴിയിലൂടെ. അല്ലത്തി അങ്ങനത്തെ കിനായത്ത് കിനായത്ത് അബുലഹു, അതാണ് മഅനയിൽ കടുപ്പമുള്ളത്.
കാരണം അന്നല്ലാഹ തആല മൗജൂദുൻ, അല്ലാഹു മൗജൂദാണ്. ഫഇദാ നുഫിയ മിസ്ലു മിസ്ലിഹി, അല്ലാഹുവിനെ പോലത്തവനെ നഫി ചെയ്താൽ, പോലത്തവനെ നഫി ചെയ്താൽ അല്ലാഹുവിനെ പോലത്തവനില്ല. അപ്പൊ അല്ലാഹുവിനെ പോലത്തവനെ പോലെ ഒരു ശൈഉമില്ല. അതിനെ നഫി ചെയ്താൽ ലാസിമായി നഫിയു മിസ്ലിഹി, അല്ലാഹുവിന്റെ മിസ്ലിനെ നഫി ചെയ്യൽ ലാസിമായി. അല്ലാഹുവിനെ പോലത്തവനെ പോലെ ഒരു ശൈഉം ഇല്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ പോലത്തവനില്ല എന്ന് വന്നു. അതെങ്ങനെ വന്നു? ലറൂറത്ത അന്നഹു ലൗ കാന ലഹു മിസ്ലുൻ, അല്ലാഹുവിന് ഒരു മിസ്ലുണ്ടാവുകയാണെങ്കിൽ ലകാന ഹുവ, അല്ലാഹു ആകും, ഐനി അല്ലാഹ തആല മിസ്ല മിസ്ലിഹി, അല്ലാഹുവിന്റെ മിസ്ലിന്റെ മിസ്ലാകും. ലൗകാന ലഹു, അല്ലാഹുവിനുണ്ടാവുകയാണെങ്കിൽ, ഒരു മിസ്ലുണ്ടാവുകയാണെങ്കിൽ, അല്ലെ, അള്ളാഹുവിനൊരു മിസ്ലുണ്ടാവുകയാണെങ്കിൽ ലകാന ഹുവ, അള്ളാഹു ആകും, അല്ലാഹു തആല മിസ്ല മിസ്ലിഹി, അള്ളാഹുവിന്റെ മിസ്ലിന്റെ മിസ്ലാകും. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിനൊരു മിസ്ലുണ്ടാകുകയാണെങ്കിൽ അള്ളാഹു മിസ്ലിന്റെ മിസ്ലാവൽ ലറൂറത്താണ് എന്നതിന് വേണ്ടി. അതെങ്ങനെ? അള്ളാഹുവിന് മിസ്ലുണ്ടാകുമ്പോൾ അള്ളാഹു മിസ്ലിന്റെ മിസ്ലാവല്, അപ്പൊ അള്ളാഹുവിനൊരു മിസ്ലുണ്ട്, അപ്പൊ അള്ളാഹു മിസ്ലിന്റെ മിസ്ലാവും. കാരണം അള്ളാഹുവിന്റെ മിസ്ലാണ് ഒരു ഷെയ്ഖ്. അപ്പൊ അള്ളാഹു ആ ഷെയ്ഖിന്റെ മിസ്ലായി. ഷെയ്ഖ് ഏതാ? മിസ്ലാണ്. അപ്പൊ അള്ളാഹു മിസ്ലിന്റെ മിസ്ലായി, അല്ലേ? അപ്പോൾ ലൈസക്ക മിസ്ലി ഷെയ്ഖിന്റെ മായന, അള്ളാഹുവിനെ പോലത്തവനെ പോലൊരു ഷെയ്യും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താകും? അള്ളാഹു ഇല്ല എന്ന് വരും. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ പോലത്തവനെ പോലെ ഒരു ഷെയ്യും ഇല്ല എന്നാണ്, അല്ലേ? അപ്പോൾ അതിന് എന്ത് വരും? അള്ളാഹിനെ പോലത്തവനില്ല എന്ന് വരും. കാരണം അള്ളാഹുവിന് ഒരു മിസ്ലുണ്ടാകുമ്പോൾ അതിനാൽ ലാസിമാണ് അള്ളാഹു മിസ്ലിന്റെ മിസ്ലാവൽ. അള്ളാഹുവിനൊരു മിസ്ലുണ്ട് എന്ന് സങ്കല്പിക്കുക, അതിനാൽ ലാസിമാണ് അള്ളാഹു ആരാവൽ? മിസ്ലിന്റെ മിസ്ലാവൽ. അപ്പോ അള്ളാഹു ആരാണ്? മിസ്ലിന്റെ മിസ്ലായി. അപ്പോൾ മിസ്ലിന്റെ മിസ്ലില്ല എന്ന് അർത്ഥം വെക്കുകയാണെങ്കിൽ, ഹഖീഖമാനെ വെക്കുകയാണെങ്കിൽ അള്ളാഹു ഇല്ലാന്ന് വരൂലേ? അപ്പൊ അള്ളാഹു ഉണ്ട്. അപ്പോൾ ലൈസക്ക മിസ്ലി ഷെയ്ഖിന്റെ മാന മിസ്ലിന്റെ മിസ്ൽ ഇല്ല എന്നല്ല, മിസ്ലില്ല എന്നാണ്. കാരണം എന്താ? മിസ്ലിനിക്ക് ലാസിമാണ് മിസ്ലിന്റെ മിസ്ല്. ലാസിമിനെ നഫി ചെയ്യുമ്പോൾ മൻസൂമിനെ നഫി ചെയ്യൽ ലാസിമായി വരും. ലാസിമാണ് മിസ്ലിന്റെ മിസ്ല്, മിസ്ലിനിക്ക് ലാസിമാണ് മിസ്ലിന്റെ മിസ്ല്. അപ്പൊ ലാസിമിനെ നഫി ചെയ്താൽ അതിന്റെ മൻസൂബിനെ നഫി ചെയ്യൽ വന്നു. ലാസിം എന്താ? മിസ്ലിന്റെ മിസ്ല്. മിസ്ലിന്റെ മിസ്ലാണ് ലാസിം. ആ ലാസിമിനെ നഫി ചെയ്തു. അപ്പോൾ മൽസൂമും മൻഫിയായി നഫി ചെയ്യപ്പെട്ടു. ഇവിടെ കരീനത്ത് എന്താണ്? കരീനത്ത് ഇവിടെ മിസ്ലിന്റെ മിസ്ലില്ലാന്ന് അള്ളാഹു പറയൂലല്ലോ. അള്ളാഹുവിന് മിസ്ലിന്റെ, അള്ളാഹിനെ പോലത്തവനെ പോലെ ചെയ്യും ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് മിസ്ലുണ്ടെങ്കിൽ അള്ളാഹ് മിസ്ലിന്റെ മിസ്ലാവുമല്ലോ. അപ്പൊ അള്ളാഹ് ഇല്ലാന്ന് വരും, അള്ളാഹ് അവിടെ ഉണ്ട്. അപ്പൊ ഹഖീഖി അമാനയുടെ മുറാദല്ല. അപ്പൊ പിന്നെന്താണ് മുറാദ്? കിനായ അമാനയാണ്. കിനായ അമാന എന്താണ്? ലാസിമിനെ നഫി ചെയ്യുന്നതിനാൽ മൻസൂബിനെ നഫി ചെയ്യൽ വന്നു. അതാണ് ലാസിമ് പറഞ്ഞ് മൻസൂമ് പറഞ്ഞ്, അല്ല, ലാസിമ് പറഞ്ഞു മൻസൂമ് മുറാദ്. അതാണ് ഇവിടെ കിനായത്ത്. ലാസിം എന്താണ്? മിസ്ല്. മൻസൂം എന്താണ്? മിസ്ല്. ലാസിം എന്താണ്? മിസ്ലിന്റെ മിസ്ല്. മൻസൂമാണ് മിസ്. അള്ളാഹ്ക്കൊരു മിസ്ലുണ്ടെങ്കിൽ അതിനാൽ ലാസിമാണല്ലോ അള്ളാഹ് മിസ്ലിന്റെ മിസ്ലാവല്.
അള്ളാഹുവിനൊരു മിസിലുണ്ടെങ്കിൽ അതിനാൽ ലാസിമാണ് അള്ളാഹു മിസിലിന്റെ മിസിലാവൽ. അള്ളാഹുടെ അപ്പം മിസിലിന്റെ മിസിലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് ഇല്ല എന്ന് വരും, അള്ളാഹുടെ ഉണ്ട്. അപ്പം ഹക്കീക്കാമാന പറ്റൂല. പിന്നെ ഇവിടെ ഏതേ പറ്റുള്ളൂ, ഇവിടെ കിനായിയാമാന. കാരണം ലാസിമിനെ എന്ത് ചെയ്തു, ഇവിടെ നഫി ചെയ്യാണ്. മിസിലിന്റെ മിസിലില്ല, മിസിലിക്ക് ലാസിമാണ് മിസിലിന്റെ മിസില്. ആ ലാസിമിനെ നഫി ചെയ്തപ്പോൾ മൻസൂബിനെ നഫി ചെയ്യൽ വന്നു. അപ്പോൾ ലാസിമ് പറഞ്ഞ് മൻസൂബാണ് മുറാദ്. അതാണ് കിനായത്ത്. അതാ പറഞ്ഞത് ലറൂറത്ത അന്നഹു ലൗകാന ലഹു മിസ്ലുൻ, അള്ളാഹുവിന് മിസിൽ ഉണ്ടാകുകയാണെങ്കിൽ കാനഹുവ അതിന് അള്ളാഹത്താലയാകും മിസില മിസിലിഹി, അള്ളാഹിന്റെ മിസിലിന്റെ മിസിലാകും. ഫലം യസിഹ നഫിയു മിസിലി മിസിലിഹി, മിസിലിന്റെ മിസിലി നഫി ചെയ്യൽ ചെയ്യാവൂല, കാരണം അള്ളാഹുടെ മൗജൂദാണ്. അത് ഏതുപോലെ കമാ തക്കൂലിന് പറയും പോലെ ലൈസലി അഹി സെയ്ദിൻ അഹുൻ, സെയ്ദിന്റെ അഹിനുക്ക് അഹില്ല എന്ന് പറഞ്ഞാൽ സെയ്ദിന് അഹില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അഹിനുക്ക് അഹില്ല എന്നല്ല. കാരണം സെയ്ദിനൊരു അഹുണ്ടെങ്കിൽ സെയ്ദാരായി അഹിന്റെ അഹായി. സെയ്ദിന് ഒരു അഹുണ്ട്, ആ അഹിന ലാസിമാണ് സെയ്ദ് ആരാവൽ അഹിന്റെ അഹാഹൽ. അള്ളാഹുവിന് മിസിലുണ്ടെങ്കിൽ അള്ളാഹു മിസിലിന്റെ മിസിലാകും എന്നതുപോലെ സെയ്ദിന് ഒരു അഹുണ്ടെങ്കിൽ സെയ്ദ് ആരാവണം, അഹിന്റെ അഹാവണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അഹാണല്ലോ. അപ്പോൾ സെയ്ദിന്റെ അഹിനുക്ക് അഹില്ല എന്ന് അർത്ഥം വെച്ചാൽ സെയ്ദ് ഇല്ലാന്ന് വരും. അത് ശരിയല്ല, സെയ്ദ് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ സെയ്ദിന്റെ അഹിനുക്ക് അഹില്ല എന്ന് പറഞ്ഞാൽ ആ ലാസിമ് സെയ്ദിന്റെ അഹുണ്ടാകുന്നതിനാൽ ലാസിമാണ് അഹിനുക്ക് അഹുണ്ടാകരുത്. കാരണം സെയ്ദിനൊക്കെ അഹുണ്ടെങ്കിൽ സെയ്ദ് അഹിന്റെ അഹായി. അപ്പോൾ അഹുണ്ടാകുന്നതിനാൽ ലാസിമാണ് അഹിന്റെ അഹുണ്ടാകരുത്. ആ ലാസിമിനെ നഫി ചെയ്യുമ്പോൾ മൽസൂമിനെ നഫി ചെയ്യൽ വന്നു. മൽസൂം എന്താ, സെയ്ദിനൊക്കെ അഹില്ല. ഐ ലൈസലി സെയ്ദിൻ അഹുന്ന നഫിയല്ലിൽ മൽസൂമി, മൽസൂമിനെ നഫി ചെയ്തതിന് വേണ്ടി നഫി ലാസിമിഹി, ലാസിമിനെ നഫി ചെയ്യലുകൊണ്ട്. അല്ലാഹു അഅലം. മുഖ്തസർ 301, പേജ് 432. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇ തിബിയാനി മിൻ മതാലിഇൽ മസാലി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇഅജാസിഹി ബിഅസ്റാരിൽ ബലാഗ وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. الكناية لفظ أريد به لازم معناه مع جواز إرادته معه. فظهر أنها تخالف المجاز من جهة إرادة المعنى مع إرادة لازمه. الكناية കിനായത്ത് ലഫ്ളുൻ, ഒരു ലഫ്ളാണ്. ഉരീദ ബിഹി, ആ ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു ലാസിമു മഅനാഹു, ആ ലഫ്ളിന്റെ ഹഖീഖിയായ മഅനയുടെ ലാസിമിനെ. മഅ ജവാസി ഇറാദത്തിഹി, ആ ഹഖീഖിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവലോട് കൂടെ, മഅഹു ലാസിമായ മഅനയോട് കൂടെ. ഫളഹറ, അപ്പോൾ വ്യക്തമായി. എപ്പോൾ? കിനായത്തോടുകൂടെ അസ്ലിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാണെന്ന് പറഞ്ഞല്ലോ. അത് കാരണമായി വ്യക്തമായി അന്നഹാ തുഖാലിഫുൽ മജാസ, കിനായത്ത് മജാസിനോട് എതിരാകും മിൻ ജിഹത്തി ഇറാദത്തിൽ മഅന,
ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാണ് എന്ന ഭാഗത്തിലൂടെ മജാസിനോട് എതിരാകും. മാ ഇറാദത്തി ലാസിമിഹി, ലഫ്ലിന്റെ ലാസിമിനെ ഉദ്ദേശിക്കലോടൊപ്പം ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാണെന്ന ഭാഗത്തിലൂടെ കിനായത്ത് മജാസിനോട് എതിരാകും എന്ന് വ്യക്തമായി. അൽ കിനായത്തു ഫിൽ ലുഗത്തി, കിനായത്ത് ലുഗത്തില് മസ്തറു കനൈത്തു ബിക്കഥ അൻകഥ, കനൈത്തു ബിക്കഥ അൻകഥ എന്നതിൻ്റെ മസ്തറാണ്. ഇന്നാൽ ഇന്നതിനെ തൊട്ട് ഇന്നാൽ ഇന്നത് കൊണ്ട് ഞാൻ മറച്ചു പറയുന്നു. ഔ കനൗത്തു, അല്ലെങ്കിൽ കനൗത്തു ബിക്കഥ അൻകഥ എന്നതിൻ്റെ മസ്തറാണ്. ഇദാ തറക്ത തസ്രീഹ ബിഹി, ആ ഇന്നാൽ ഇന്നത് കൊണ്ട് വ്യക്തമാക്കലിനെ ഒഴിവാക്കിയാൽ. ഇവിടെ ദസൂക്കിയിൽ കാണാം ഔ കനൗത്തു അല്ലേ, ഔക്കനൗത്തു ചില നുസ്ഖയിൽ വക്കനൗത്തു എന്നാണ്. അപ്പോ അല്ലെങ്കിൽ കനൗത്തു എന്നതിൻ്റെ മസ്തറാണ് എന്നാ. ഇവിടെ ദസൂക്കി 4237 ഖൗലുഹു ഔ കനൗത്തു ഐ ബികഥ അൻകഥ ഹദഫഹു, ബിക്കഥ അൻകഥാനെ കളഞ്ഞു. മിൻഹുന, ഈ കനൗത്തൂൻ്റെ അവിടെ. ലിദലാലത്തിൽ അവലി അലിഹി വ ഔ ഫി കലാമിഹി ലിശക്കി, ഔ കനൗത്തു എന്നതിൽ ഔ ശക്കിരിക്കുള്ളതാ. ഫഅലൽ ഇഹ്തിമാലിൽ അവലി, ഒന്നാം ഇഹ്തിമാൽ പ്രകാരം തക്കൂറു ലാമുൽ കലിമത്തി യാ അൻ, കലിമത്തിന്റെ ലാമശന യാ ആണ്. വഅലസാനി തക്കൂറു വാവൻ. വൽ മുളാരിയു അലൽ അവലി യക്കിനി എന്നാണ്, ഫോവക്ക റമ എറിമി പോലെ. അലസാനി യക്കുനു എന്നാണ് കനൗത്തു ആകുമ്പോൾ, ഫോവക്ക ദഅയദു. വയരിദു അലൽ ഇഹ്തിമാലിസാനി, രണ്ടാമത്തെ ഇഹ്തിമാലിന്റെ മേൽ വരും. കൗലുഹും, അവരുടെ കൗലിഷ്കാലായി വരും. ഫിൽ മസ്തറി കിനായത്ത്, മസ്തറിൽ കിനായത്ത് എന്നാണല്ലോ പറയില്ല. കനൗത്തു ആകുമ്പോൾ മസ്തർ കിനാവത്ത് എന്നാണല്ലോ പറയേണ്ടത്. കനൈത്തു ആകുമ്പോൾ കിനായത്ത്, കനൗത്തു ആകുമ്പോൾ കിനാവത്ത് എന്ന് പറയണം. പക്ഷെ മസ്തർ കിനായത്ത് എന്നാണ് വരല്. വലം യുസ്മഇ കിനാവത്ത് ബിൽ വാവി, കിനാവത്തെന്ന് വാവ് കൊണ്ട് കേൾക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ കനൗത്തുവിന്റെ മസ്തർ എങ്ങനെ കിനായത്താകും? എന്നാൽ പിന്നെ വലായുക്കാലു പറയപ്പെടൂല ഇന്നൽ വാവ കുലിബത്ത് യാ അം ഫിൽ മസ്തരി, വാവിനെ യാഇനെ അല്ല, ലായുക്കാലു ഇന്നൽ വാവ വാവ് കുലിബത്ത് യാ അൻ, വാവിനെ യാ ആക്കി മറിച്ചതാണ് മസ്തറിൽ. ലി കസിരി ഫാഇഹി, ഫാശരം കസറായതിന് വേണ്ടി കാഫ്, ഫാശരം കസറായതിന് വേണ്ടി ലാമശ്വരത്തിനെ മറിച്ച്, ലാമശ്വരമായ വാവിനെ മറിച്ച് യാ അക്കൽ യാ ആക്കൽ എന്ന കഥ കേൾക്കപ്പെട്ടിട്ടില്ല. അത് പറയപ്പെടൂല. കണ്ടോ, ജന്നാനക്കൂലു അൽ കസറത്ത് ഫീ നഹ്വി ദാലിക ലാ തൂജിബു കൽബൻ, ഇതുപോലത്തേല് കസറത്ത് കൽബിനെ നിർബന്ധാക്കൂല. കാരണം തൊട്ട് മുമ്പുള്ളതിനല്ലല്ലോ കസറത്തുള്ളത്. തൊട്ട് മുമ്പുള്ളത് കിനാവത്ത്, വാവിന്റെ മുമ്പുള്ള ഐനക്ഷരത്തിന് എന്താണ്? മുഅ്തല്ലാണ്. അതിന് മുമ്പ് ഫതഹാണ് കിനാവത്ത്. അതിൻ്റെയും മുമ്പുള്ള ഫാ അക്ഷരത്തിനും ആണല്ലോ കസർ. ആ കസർ കാരണം യാ അക്ഷരമായ ലാമക്ഷരമായ യാഇനെ വാവിനെ മറിച്ച് യാ അക്കൽ, അത് കേൾക്കപ്പെട്ടിട്ടില്ല. ഫാ അക്ഷരത്തിന് കസറായതുകൊണ്ട് ലാമക്ഷരമായ വാവിനെ മറിച്ച് യാ ആക്കൽ
അത് കൽബിനെ നിർബന്ധമാക്കൂല. കമാഫി ഇലാവത്ത്, അവിടെ വാവിനെ മറിച്ച് ആക്കിയിട്ടില്ലല്ലോ. വാവിന്റെ മുമ്പ് ഇലാവത്ത് മുഴത്തല്ലായ ഹർഫാണ്, അതിന്റെ മുമ്പ് ഐനശ്വരമായ ലാമാണ്, അതിന്റെയും മുമ്പാണ് ഫാ അശ്രത്തിന് കസർ. ഫൽത്തിസാമുൽ യാഇ ഫിൽ മസ്തരി, മസ്തറിൽ യാ നിർബന്ധമാവൽ കിനായത്ത് യദില്ലു അല അന്നല്ലാമ യാ ഉല്ലാമസന യാ തന്നെയാണ്. അപ്പൊ പിന്നെ കനൗത്തൂന്ന് പറഞ്ഞതോ അന്നൽ വാമ ഫി കനൗത്തു കൊലിബത്ത് അനിൽ യായി, കനൗത്തൂൽ ഇങ്ങനെ പറയലുണ്ടല്ലോ, അത് യാഇനെ തൊട്ട് മറിഞ്ഞതായ വാവാണ് സമാ ആയിട്ട് ഫതഅമ്മൽ എന്ന് ശുറൂഹുൽ തൽഖീസ് ദസൂഖി 4237 കാണാം. പിന്നെ ഉഫിൽ ഇസ്തിലാഹി, ഇസ്തിലാഹിൽ കിനായത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ ഒരു ലഫ്ളാണ്, ഉരീദ ബിഹി ആ ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ലാസിമു മഅനാഹു, ആ ലഫ്ളിന്റെ യഥാർത്ഥ മഅനയുടെ ലാസിമ്, മഅ ജവാസി ഇറാദത്തിഹി ആ യഥാർത്ഥ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവലോടൊപ്പം. യഥാർത്ഥമായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവലോട് കൂടെ കേട്ടോ. മഅഹു മഅഹു ഐ ഇറാദത്തി, അതെ മഅ ജവാസി ഇറാദത്തിഹി ആ യഥാർത്ഥ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവലോടുകൂടെ, മഅഹു ലാസിമായ മഅനയോടുകൂടെ. ഐ ഇറാദത്തി ദാലിക്കൽ മഅന ആ ഹഖീഖിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവലോടുകൂടെ മഅ ലാസിമിഹി അതിന്റെ ലാസിമായ മഅനയോടൊപ്പം. കലഫ്ളി തവീലുന്നിജാദി, തവീലുന്നിജാദ് എന്ന ലഫ്ള് പോലെ അൽ മുറാദു ബിഹി കലഫ്ളി തവീലിന്നിജാദി. എങ്ങനത്തെ തവീലിന്നിജാദാണ്? അൽ മുറാദി ബിഹി, ആ തവീലുന്നിജാദ് കൊണ്ടുള്ള മുറാദ് തൂലുൽ കാമത്താണ് കേട്ടോ. അല്ലെങ്കിൽ അൽ മുറാദു ബിഹി ആ തവീലുന്നിജാദ് കൊണ്ടുള്ള മുറാദാകുന്നത് മുബത്തദ, തൂലുൽ കാമത്താണ് എന്ന തവീലുന്നിജാദ് പോലെ. അപ്പൊ എന്തെന്ന് മനസ്സിലായി? തവീലുന്നിജാദ് അതിന്റെ ലാസിമായ മഅനയാണ് എന്ത്? തൂലുൽ കാമത്ത് എന്നാ പറഞ്ഞത് കേട്ടോ. ആ തൂലുൽ കാമത്ത് ലാസിമോടൊപ്പം ഏത് ഉദ്ദേശിക്കാം? തവീലുൽ നിജാദും ഉദ്ദേശിക്കാം കിനായത്തില്. മഅ ജവാസി അൻ യുറാദ ഹഖീഖത്തു തൂലുൻ നിജാദി, തൂലുൻ നിജാദ്, തൂലുൻ നിജാദ് എന്ന ഹഖീഖത്തിനെ ഉദ്ദേശിക്കപ്പെടൽ ജായിസാവലോടുകൂടെ. മഅ ജവാസി അൻ യുറാദ ഹഖീഖത്തു തൂലിൻ നിജാദി അല്ലെങ്കിൽ തൂലുൻ നിജാദി, തൂലുൻ നിജാദ് എന്ന ഹഖീഖത്തിനെ ഉദ്ദേശിക്കപ്പെടൽ ജായിസാവലോടുകൂടെ. അപ്പോ ഹഖീഖത്തു തൂലിൻ നിജാദി എന്നാ നല്ലത്. നിജാദിന്റെ നീളം എന്ന ഹഖീഖത്തിനെ ഉദ്ദേശിക്കപ്പെടൽ ജായിസാകലോടുകൂടെ ഇതം വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ തൂലുൽ കാമത്തിനെ ഉദ്ദേശിക്കലോടൊപ്പം. ഫളഹറ അപ്പോൾ ലാഹിറായി, ഈ പറയപ്പെട്ടത് കൊണ്ട് എന്ന് പറഞ്ഞാൽ കിനായത്തിനോട് ഏത് സഹവസിക്കുന്നുണ്ട്? അസ്ലിയ മാനയെ ഉദ്ദേശിക്കൽ ജായിസാണെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കൊണ്ട് ലാഹിറായി. എന്താണ് ലാഹിറായത്? അന്നഹ കിനായത്ത് തുഖാലിഫുൽ മജാസ, മജാസിനോട് എതിരാകും മിൻ ജിഹത്തി ഇറാദത്തിൽ മഅനൽ ഹഖീഖി,
ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാണ് എന്ന ഭാഗത്തിലൂടെ എതിരാകും. അവിടെ മിൻ ജിഹത്തി ജവാസി ഇറാദത്തി എന്ന് കൂട്ടിക്കൊടുക്കണം. ഒരു മുലാഫിൽ അവർക്ക് കളഞ്ഞതാണ്. കാരണം തരീഫിൽ അതുണ്ടല്ലോ, ഉരീദ ബിഹി ലാസിമു മഅനാഹു മഅ ജവാസി ഇറാദത്തിഹിന. ഉദ്ദേശിക്കൽ ജായിസാവുള്ളൂ, ഉദ്ദേശിക്കൽ നിർബന്ധമില്ല. അപ്പൊ മിൻ ജിഹത്തി ഇറാദത്തിൽ മഅന എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എന്താണ്? മഅനയെ ഉദ്ദേശിക്കുന്ന ഭാഗത്തിലൂടെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണം എന്ന് വരുന്നു. ഉദ്ദേശിക്കൽ ആവശ്യമില്ല, ഉദ്ദേശിക്കൽ ജായിസാവലോട് കൂടെ. അൽ ഹക്കീക്കി ഹക്കീക്ക മഅനാണ് ഉദ്ദേശിക്കൽ ജായിസാണെന്ന ഭാഗത്തിലൂടെ. അപ്പോൾ മഅ ജവാസി ഇറാദത്തി എന്നവിടെ കൂട്ടിക്കൊടുക്കണം. മാ ഇറാദത്തി ലാസിമിഹി, ആ മഅനയുടെ ലാസിമിനെ ഉദ്ദേശിക്കലോട് കൂടെ. കൈ ഇറാദത്തി തൂലിൻ നിജാദ് ഉദ്ദേശിക്കും പോലെ മാ ഇറാദത്തി തൂലിൽ കാമത്തോടുകൂടെ, തൂലിൽ കാമത്തിനെ ഉദ്ദേശിക്കലോടുകൂടെ. ബിഖിലാഫിൽ മജാസി, മജാസിനെതിരെ ഫഇന്നഹു മജാസില യജൂസു ഫീഹി, മജാസിൽ ജായിസാവൂല ഇറാദത്തുൽ മഅനൽ ഹഖീഖി, ഹഖീഖിയ മഅന ഉദ്ദേശിക്കൽ ജായിസാവൂല ലിലുസൂമിൽ ഖരീനത്തിൽ മാനിയത്തി അൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, മജാസിലെ ഹഖീഖിയ മഅനയെ ഉദ്ദേശിക്കലിനെ തൊട്ട് വിലങ്ങുന്ന ഖരീനത്തിൽ ആസിമായതിനു വേണ്ടി. വഖൗലുഹു മുസന്നഫിന്റെ ഖൗലി മിൻ ജിഹത്തി ഇറാദത്തിൽ മഅന എന്ന് പറഞ്ഞല്ലോ. എവിടെ? ഫളഹറ അന്നഹ തുഖാലിഫുൽ മജാസ മിൻ ജിഹത്തി ഇറാദത്തിൽ മഅന. അവിടെ മഅനാഹു അതിന്റെ മഅന മിൻ ജിഹത്തി ജവാസി ഇറാദത്തിൽ മഅന. മഅനയെ ഉദ്ദേശിക്കലോടുകൂടെ എന്നല്ല, മഅനയെ ഉദ്ദേശിക്കൽ ജായിസാകലോടുകൂടെ എന്നാ. ഉദ്ദേശിക്കലോടുകൂടെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടി വരും, ഉദ്ദേശിക്കൽ നിർബന്ധമൊന്നുമില്ല. അതെന്തിനാണ് അവിടെ ജവാസ് കൂട്ടിക്കൊടുക്കുന്നത്? യുവാഫിക്കാമാഫി തഹരീഫിൽ കിരായത്ത്, കിരായത്തിന്റെ തഹരീഫിൽ മുസന്നിഫ് പറഞ്ഞു ഒന്നിനോട് യോജിക്കാൻ വേണ്ടി. തഹരീഫിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലഫ്ദുൽ ഉരീദ ബിഹി ലാസിമു മഅനാഹു മഅ ജവാസി ഇറാദത്തിഹി എന്ന് തഹരീഫിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലിൽ അന്നൽ കിനായത്തായതിനു വേണ്ടിയും അവിടെ ജവാസിനെ കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞതിന് ഇല്ലത്താണ്. ഒരില്ലത്താദ്യം പറഞ്ഞു, കിനായത്തിന്റെ തഹരീഫിൽ പറഞ്ഞതിനോട് യോജിക്കാൻ വേണ്ടി. രണ്ടാമത്തെ ഇല്ലത്ത് അത് വലി അന്ന വാബ് ലി യുവാഫിക്ക, അങ്ങോട്ടത്തെ ഫ. വലി അന്നൽ കിനായത്ത് കസീറമ്മ അധിക സമയത്തും തഹുലുവാൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, ഹഖീഖിയ മഅനെ ഉദ്ദേശിക്കലിനെ തൊട്ട് ഒഴിവാക്കും. അപ്പോ ഹഖീഖിയ മഅനാനെ ഉദ്ദേശിക്കുന്ന ഭാഗത്തിലൂടെ എന്ന് പറയുമ്പോൾ കിനായത്തിൽ ലാസിമിനെ ഉദ്ദേശിക്കലോടുകൂടെ ഹഖീഖിയ മഅനെ ഉദ്ദേശിക്കണം എന്ന് വരുന്നു. ഉദ്ദേശിക്കണം എന്നല്ല, ഉദ്ദേശിക്കൽ ജായിസാകലോടുകൂടെ എന്നാ. അതാണ് ചില കിനായത്ത് ചില സമയത്ത് ഹഖീഖിയ മഅന ഉദ്ദേശിക്കാതിരിക്കുന്നുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പൊ ഉദ്ദേശിക്കലോടുകൂടെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടി വരുമല്ലോ, അതില്ല, ഉദ്ദേശിക്കൽ ജായിസാകലോടുകൂടെ എന്നാ. അതാണ് വലിയ അന്നൽ കിനായത്ത കസീറമ്മ അധിക സമയത്തും തഹുലുവാൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, ഹഖീഖിയ മഅന ഉദ്ദേശിക്കലിനെ തൊട്ടൊഴിവാകും. അവിടെ ലാസിമ് മാത്രമേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അതെന്താ? ലിൽ ഖത്ഇ ബി സിഹത്തി ഖൗലിന, നമ്മുടെ കൗല് സഹീഹാണെന്ന് ഉറപ്പുണ്ടായതിനു വേണ്ടി. ഫുലാനും തവീലുൻ നിജാദി, ഫുലാനാവുന്നു തവീലുൻ നിജാദി, വളരെ നീളമുള്ളവനാണ് എന്ന കൗല് സഹിയാണ്. അതുപോലെ തന്നെ ജബാദുൽ കൽബ്, ഫുലാൻ നായ ഭീരുവായവനാണ് എന്ന കൗലും സഹിയായതിനു വേണ്ടി. ഓ മഹസൂലുൽ ഫസീലി, ഫുലാന്റെ ഫസീല് ഒട്ടകക്കുട്ടി മെലിഞ്ഞവനാണ് എന്ന കൗലും എന്താണ്? സഹിയാണ്. ജബാനുൽ കൽബ് അല്ലേ. ഇല്ലം യകുൻ ലഹു നിജാദുൻ, ആ ഫുലാനിന് നിജാദില്ലെങ്കിൽ ശരി, വാളിന്റെ ഉറ ഇല്ല, അങ്ങനത്തെ ഒരാളെ പറ്റി എന്ത് പറയാ? അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് കിനായത്തായിട്ട് തവീലുൻ നിജാദ് എന്ന് പറയാം. നീളം കൂടിയവനെ സംബന്ധിച്ച്. അപ്പൊ തവീലുൻ നിജാദ് എന്നല്ല, ആസിമമാൻ എന്താ? തൂലുൽ കാമത്താണല്ലോ, നീളം കൂടിയവൻ. നീളം കൂടിയവൻ എന്നാണ് തവീലുൻ നിജാദിന്റെ കിനായിയാമാര. അതോടൊപ്പം ഇവിടെ തവീലുൻ നിജാദ് വാളിൻ്റെ ഉറ നീളമുള്ളവൻ എന്ന് ഉദ്ദേശിക്കൽ ജായിസാണ്. ഇവിടെ ഉദ്ദേശിക്കാൻ പറ്റൂല. കാരണം അവനിക്ക് എന്തില്ല? അവനിക്ക് നിജാദില്ല. നിജാദില്ലാത്ത ഒരാൾക്ക് അവൻ വാളുറ നീളമുള്ളവനാന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ കിനായത്തിൽ നിജാദില്ലാത്ത ഒരാളെ സംബന്ധിച്ച്
അവൻ നീളം കൂടിയവനാണെങ്കിൽ തവീലുന്നിജാദ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം നീളം കൂടിയവനാണ് എന്നാണ്. വാളിൻ്റെ നീളമുള്ളവനാണെന്ന് അവിടെ ഉദ്ദേശിക്കാൻ പറ്റൂല. അപ്പോൾ കിനായത്ത് എന്ന് പറഞ്ഞാൽ ഹക്കീക്കമായ ഉദ്ദേശിക്കൽ ജായിസാണ് എന്നർത്ഥം. അതുപോലെ തന്നെ വലാ കൽബുൻ, കൽബില്ലെങ്കിലും ശരി, ജബാനുൽ കൽബ് എന്ന് പറയാം. വലാ ഫസീലും, ഒട്ടകക്കുട്ടി ഇല്ലെങ്കിലും ശരീന. ഇത് മൂന്നും എന്താണ്? കിനായത്തിന്റെ ലഫ്ളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. തവീലുൻ നിജാദ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയവന്ന. അതുപോലെ തന്നെ ജബാനുൽ കൽബ് എന്ന് പറയും. അത് കിനായത്താണ്. ജബാനുൽ കൽബ് കിനായത്തും റസൂക്ക് 240 കിനായത്തുൻ അനിൽ കറമി, ധർമ്മം ചെയ്യലിനെ തൊട്ട് കിനായത്ത. ലന്ന ജുബ്നൽ കൽബി, കൽബിന്റെ വീരുത്വം അദമി ഇറാഅത്തിഹി അലാമ യമുറുബിഹി, കൽബിന്റെ അരിയിൽ കൂടി പോകുന്നവനോട് ധൈര്യം കാണിക്കാതിരിക്കൽ, നായ ധൈര്യം കാണിക്കാതിരിക്കൽ. എന്താ? യസ്തൽസിമു കസ്റത്തൽ വാരിദീന അലൈഹി, ആ കൽബിന്റെ അടിയിൽ കൂടി വരുന്നവര് അധികരിക്കലിനെ ലാസിമാക്കും. ആൾക്കാർ ഇങ്ങനെ അധികം വരുന്നത് കൊണ്ടാണ് ഈ കൽബിന് ധൈര്യമില്ലാത്തത്. കാരണം അന്ന ജുബ്നഹു, ഈ നായന്റെ ഭയം, ഇന്നമാ നശഅ മിൻ ദാലിക, ആൾക്കാരുടെ വരവിന്റെ കസ്റത്തിനാൽ ഉണ്ടായതാണ്. കസ്റത്തുൽ വാരിദീന അലൈഹി, നായയുടെ മേൽ, നായന്റെ അരികിൽ കൂടി വരുന്നവരധികരിക്കലോ തസ്തൽസിമു കർമ സാഹിബിഹി, നായന്റെ ഉടമസ്ഥന്റെ ഔദാര്യത്തെ ലാസിമാക്കും. അപ്പൊ ജബാനുൽ കൽബ് എന്ന് പറഞ്ഞാൽ ഫുലാൻ ജബാനുൽ കൽബ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്നാണ് അർത്ഥം. അതിന്റെ തൊട്ടടുത്ത ലാസിമാണ് ഏത്? വിരുന്ന് ആൾക്കാര് ചെല്ലല് അധികരിക്കല്. അതിന്റെ ലാസിമാണ് അവൻ ഔദാര്യം ചെയ്യുന്നവനാണ് എന്നത് ഉണ്ടാകരുത്. അപ്പൊ ലാസിമിന്റെ ലാസിമാണ് ജബാനുൽ കൽബിന്റെ ലാസിമിന്റെ ലാസിമാണ് ഇവിടെ മുറാദ്, ധർമ്മിഷ്ഠൻ എന്നത്. അതുപോലെ തന്നെ മഹ്സൂലുൽ ഫസീലി എന്ന് പറഞ്ഞത് കിനായത്തുൻ അനിൽ കറമീൻ, ഔദാര്യത്തെ തൊട്ട് കിനായത്താണ്. ഇതം വീണ്ടും എന്ന് പറഞ്ഞാൽ ജബാനുൽ കൽബ് കർമ്മനെ തൊട്ട് കിനായത്തായതുപോലെ മഹ്സൂലുൽ ഫസീലും, പക്ഷെ രണ്ടും രണ്ട് രൂപത്തിലാണ്. അന്ന ഹിസാലൽ ഫസീലിന്റെ മെരിച്ചില് യസ്തൽസിമു അദമ ഉജൂദി ലബനി ഫി ഉമ്മിഹി, ആ ഒട്ടകക്കുട്ടിയുടെ ഉമ്മയിൽ പാല് ഉണ്ടാകാതിരിക്കല്ല ലാസിമാക്കൽ. അപ്പോൾ ഒട്ടകക്കുട്ടി മെലിഞ്ഞവൻ എന്നതിനാൽ ലാസിമാണ് കുട്ടിയുടെ തള്ളയിൽ പാലില്ലാതിരിക്കൽ. വഹുവ യസ്തൽസിമുൽ ഇഅ്തിനാഅ ബിൽ ഈഫാനി, പാലില്ലാതിരിക്കലോ വിരുന്നുകാരെ കണക്കിലെടുക്കലിനെ ലാസിമാക്കലുണ്ട്. രണ്ടാമത്തെ ലാസിമ ഉമ്മയിൽ നിന്ന് പാലെടുത്തതിന് വേണ്ടി, സുഖഹീലവും പാലിന് അവർക്ക് കുടിപ്പിച്ചതിന് വേണ്ടി. കസ്റത്തുൽ ഈഫാനോ തസ്തൽസിമുൽ കർമ. അപ്പൊ മഹ്സൂലുൽ ഫസീലിന്റെ തൊട്ടടുത്ത ലാസിമ് എന്താണ്? കുട്ടിയുടെ തള്ളയിൽ പാലില്ലാതിരിക്കുന്നതിനാൽ ലാസിമാണ് വിരുന്നുകാരെ കണക്കിലെടുക്കൽ. വിരുന്നുകാര് അധികരിക്കുന്നതിനാൽ ലാസിമാണ് അവൻ ദാനധർമ്മി ആവൽ. ഈ മൂന്ന് സ്ഥലത്തും കിനായത്തായിട്ട് പറയും. അവിടെ ഇപ്പോ ഹക്കീക്ക മാന ഉദ്ദേശിക്കാൻ പറ്റൂലല്ലോ, പക്ഷെ ഉദ്ദേശിക്കൽ ജായിസാണ് എന്ന് മാത്രം. പിന്നെ മിസ്ലുഹാദ, ഇതുപോലത്തത് ഹക്കീക്കിയ മാനയെ ഉദ്ദേശിക്കാതിരിക്കുന്ന ഉദാഹരണങ്ങൾ. മിസ്ലുഹാദ എന്ന് പറഞ്ഞാൽ അയ്യൽ കൗലുൽ മുത്തഖദ്ദിമു, മുന്തിയ കൗല് ഫി അദമി ഇറാദത്തിൽ മാനൽ ഹക്കീക്കി, ഹക്കീക്കിയ മാനയെ ഉദ്ദേശിക്കാതിരിക്കുന്നതിനുള്ള ഈ കൗലുകൾ അദമി ഉജൂദി, ഹക്കീക്കിയ മാന ഇല്ല, ഹക്കീക്കിയ മാന ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഉദ്ദേശിക്കാതിരിക്കല്. അതുപോലത്തത് ഫിൽ കലാമി അക്സറു, കലാമിൽ ധാരാളമുണ്ട്.
മിൻ അയ്യഹിസ കണക്കാക്കപ്പെടുന്നതിനെ തൊട്ട് അധികരിച്ചതാണ്. എണ്ണി കണക്കാക്കാൻ കഴിയില്ല. വഹാഹുന ബഹസുൻ, ഇവിടെ ഒരു ബഹസുണ്ട്. എവിടെ? തഈരീഫ് ജാമി അല്ലാന്നാ. ഖൗലുഹു ദസൂക്ക് 340 കാണാം. ഖൗലുഹു വഹാഉദാ ബഅസുൻ ഹാദാ ജവാബുൻ നമ്മാ യുഖാലു ഫി തഈരീഫി, തഈരീഫിൽ പറയപ്പെടുന്ന ഒന്നിനെ തൊട്ട് ജവാബ. തഈരീഫിൽ പറയപ്പെട്ടുണ്ട് വൈറു ജാമിഇൻ, തഈരീഫ് ജാമി അല്ല. തഈരീഫ് ജാമിയും മാനു ആവണല്ലോ. ഈ തഈരീഫ് ജാമി അല്ല എന്നാണ് മായുക്കാലു. അതിനൊരു മറുപടിയാണ് ജാമി ആണെന്ന് തെളിയിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ജാമി അല്ല? ലിഅന്നഹു ലാ യശ്മുലുൽ കിനായത്തല്ലത്തി തംതനിഉ ഫീഹാ ഇറാദത്തുൽ മാനൽ ഹഖീഖി, ഹഖീഖിയായ മാന ഉദ്ദേശിക്കൽ മുംതനി ആവുന്ന ചില കിനായത്തുകളുണ്ട്. ആ കിനായത്തിന് ഇത് ഷാമിലാക്കൂല. കാരണം ഹഖീഖിയ മാനാനെ ഉദ്ദേശിക്കൽ ജായിസാകളോട് കൂടേതാണല്ലോ തൈരിഫിൽ പറഞ്ഞത്. അപ്പൊ ചില കിനായത്തുകളിൽ ഹഖീഖിയ മാനാനെ ഉദ്ദേശിക്കൽ മുംതനി ആണല്ലോ. അവിടെ മുംതനി ആകുമ്പോൾ ആ കിനായത്തിനെ ഇവിടെ പറഞ്ഞ തൈരീഫ് ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം അവിടെ ഹഖീഖിയ മാനാനെ ഉദ്ദേശിക്കാൻ പറ്റൂല. അതാണ് ബഹസ്. ലാ ബുദ്ദ മിന തനബ്ബുഹി ലഹു, ആ ബഹസിലേക്ക് ഉണരല് കൂടാതെ കഴിയൂല. ആ ബഹസ് അന്നൽ മുറാദ ബി ജവാസി ഇറാദത്തിൽ മാനൽ ഹഖീഖിയ്യ ഫിൽ കിനായത്തി, കിനായത്തിൽ ഹഖീഖിയായ മാനയെ ഉദ്ദേശിക്കാൻ ജായിസാവലുകൊണ്ടുള്ള മുറാദ് ആ മുറാദ് അന്നൽ കിനായത്ത മിൻ ഹൈസു ഇന്നഹാ കിനായത്തുൻ, കിനായത്തായ ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ മാതന്റെ ഹുസൂസിന്റെ ഭാഗത്തിലൂടെയല്ല, കിനായത്താണ് എന്ന ഭാഗത്തിലൂടെ. ലാ തുനാഫി അന്നൽ കിനായത്ത് മിൻ ഹൈസു ഇന്നഹാ കിനായത്തുൻ, കിനായത്താണെന്ന ഭാഗത്തിലൂടെ, ചില മാതന്റെ ഹുസൂസിന്റെ ഭാഗത്തിലൂടെ അല്ലാതർത്ഥം. ലാ തുനാഫി എതിരല്ല ദാലിക്ക, ഹഖീഖ മാനാനെ ഉദ്ദേശിക്കൽ ജായിസാവലിനോട് എതിരല്ല. കമാന്നൽ മജാസ, തീർച്ചയായിട്ടും മജാസ് യുനാഫി, ആ മജാസ് എതിരാകും പോലെ യുനാഫിഹി, ഏതിനോട്? ഹഖീഖ മാനെ ഉദ്ദേശിക്കൽ ജായിസാവലിനോട് മജാസ് എതിരാകും പോലെ കിനായത്താണെന്ന ഭാഗത്തിലൂടെ ഹഖീഖിയായ മാനാനെ ഉദ്ദേശിക്കൽ എതിരല്ല. ലാക്കിന്നെങ്കിലും കത് യംതനി ഉദാലിക്ക, ഹഖീഖിയായ മാനയെ ഉദ്ദേശിക്കൽ മുംതനി ആണ്. ഫിൽ കിനായത്തിന് ബിവാസിത്തി ഹുസൂസിൽ മാദത്തി, പ്രത്യേകമായ മാദ എന്ന വാസിത്ത കൊണ്ട് ചില മാദയിൽ എന്ത് പറ്റൂല, ഹഖീഖിയായ മാന ഉദ്ദേശിക്കൽ മുംതനിയാണ്. കമാദക്കർഹു സാഹിബുൽ കശാഫ് എന്നെ പറഞ്ഞു ഫീ ഖൗലിഹി തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നതിൽ സാഹിബുൽ കശാഫ് പറഞ്ഞതിന് വേണ്ടി എന്താ പറഞ്ഞത്? അന്നഹു മിൻ ബാബിൽ കിനായത്തി, അത് കിനായത്തിന്റെ ബാബിൽ പെട്ടതാണ്. അപ്പോ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന കിനായത്തിന്റെ ബാബിൽ പെടുമ്പോൾ ഹഖീഖിയ മാന അല്ല, അവിടെ മുറാദ് ലാസിമായ മാനയാണെന്നാണല്ലോ. അത് കിനായത്തിന്റെ ബാബിൽ പെട്ടതാകുമ്പോൾ കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലഫ്ദിന്റെ ലാസിമായ മാന ഉദ്ദേശിക്കുക എന്നതാണ്. അതോടൊപ്പം ഈ മാതയില്, ഈ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന മാതയില് ഹഖീഖിയായ മാനയെ ഉദ്ദേശിക്കൽ ആ മാതയെ സംബന്ധിച്ച് മുംതനിയാണ്. അത് നേരത്തെ കഴിഞ്ഞു പോയതാണ് കേട്ടോ. പേജ് 400 അല്ല, എവിടെയാണത് പറഞ്ഞത്? ഇരുന്നൂറ്റി 241 അല്ല 35
235 ശുറൂഹു തൽഖീസിൽ പറഞ്ഞു പോയത് കേട്ടോ. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ? ഈ മിസ്ലിന് മിസ്ലില്ല എന്നാൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലത്തവരെ പോലൊരു ഷൈഉമില്ല എന്നാ. ഈ പോലത്തവരെ പോലെ ഒരു ഷൈഉം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന് മിസിലുണ്ടാകുന്നതിനാൽ ലാസിമാണ് മിസിലിന്റെ മിസിലുണ്ടാകൽ. ഉദാഹരണം, ഒരു ഷെയ്, ആ ഷെയ്ഇനിക്ക് ഒരു മിസിലുണ്ട്. മിസിലുണ്ടാകുമ്പോൾ ഈ ഷെയ് ആരായി? മിസിലിന്റെ മിസിലായി. ആകെ രണ്ട് വസ്തു മതി, ഒന്ന് അസില്, മറ്റൊന്ന് അതിന്റെ മിസില്. ഈ മിസില്, ഈ ഷെയ്ഇനൊരു മിസിലുണ്ടാകുമ്പോൾ ആ മിസിലിന്റെ മിസിലായി ആര്? ഷെയ്. അപ്പൊ മിസിലിന് ലാസിമാണ് മിസിലിന്റെ മിസില്. മിസിലിന്റെ മിസിലിനെ നഫി ചെയ്യുമ്പോൾ, ലാസിമിനെ നഫി ചെയ്യുമ്പോൾ മൽസൂമിനെ നഫി ചെയ്യൽ ലാസിമായി വരും. അത് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ദസൂക്കി 235 നേരത്തെ നമ്മൾ വായിച്ചതാണത്. ഇവിടെ കേട്ടോ. വതൗലീഹു മാ ദക്കറഹു ശാരിഹു മിന്നൽ കിനായത്ത അൻ തഖൂല അന്ന ശൈഅ ഇദാ കാന മൗജൂദൻ മുതഹഖഖൻ. ഒരു ഷൈഇ യഥാർത്ഥത്തിൽ മൗജൂദായാൽ ഫമത്താ ഉജിദ ലഹു, ആ ഷൈഇന് ഉണ്ടായാൽ മിസ്ലുൻ, മിസ്ലുണ്ടായാൽ ലസിമാ യകൂന ദാലിക ഷൈഉൽ മൗജൂദുൽ മുതഹഖഖു, ആ യഥാർത്ഥത്തിൽ ഉള്ള ഷൈഇ മിസ്ലി ദാലിക്കൽ മിസ്ലി, മിസ്ലിന്റെ മിസ്ലാകും. ദസൂക്കി 4:235 നേരത്തെ പറഞ്ഞു. അന്നൽ മിസ്ലിയത്ത അമ്രുൻ നിസബിയാണ് ബൈനഹുമാ, രണ്ടിന്റെ ഇടയിലുള്ള. ഇത് അതിന്റെ മിസ്ലാകുമ്പോൾ ഒരു ഇത് അതിന്റെ മിസ്ലാകുമ്പോൾ അതിന്റെ മിസ്ൽ ഇതും ആകും. ഫൈദാ നുഫിയ ആദൽ ലാസിമു, ഈ മിസിലിന്റെ മിസിലിനെ നഫി ചെയ്താൽ വക്കീല ലാ മിസല ലി മിസിലി ദാലിക്കൽ മുതഹഖഖി, ആ യഥാർത്ഥത്തിൽ ഉള്ളതിലേക്ക് മിസിൽ ഉള്ളതിന്റെ മിസിലിക്ക് മിസിലില്ല എന്ന് പറഞ്ഞാൽ ലസിമ നഫിയിൽ മൽസൂമി, മൽസൂമിനെ നഫി ചെയ്യൽ ലാസിമായി. അതായത് മിസിലിന്റെ മിസിലില്ല എന്ന് പറഞ്ഞാൽ മിസിലില്ലാതിരിക്കൽ ലാസിമായി. വഹുവ ആ മിസിൽ മൽസൂം ഏതാണ്? അതായത് മിസിലിനിക്ക് ലാസിമാണ് മിസിലിന്റെ മിസില് എന്ന് പറയുമ്പോൾ, മിസിലിന്റെ മിസില് ലാസിമാകുമ്പോൾ മിസില് മൽസൂമായല്ലോ. അപ്പൊ മിസിലിന്റെ മിസിലില്ല എന്ന് പറയുമ്പോൾ എന്തായി? മിസിലും ഇല്ല എന്ന് വന്നു. അതാണ് കിനായത്ത്. മിസിലിന്റെ മിസിലില്ല, അപ്പൊ മിസിലും ഇല്ല എന്നായി. അതാണ് വക്കീല ലാ മിസില ലി മിസിലി ദാലിക്കൽ മുതഹഖഖി, ആ മുത്തഹക്കായ മിസിലിനിക്ക് മിസിലില്ല, ആ മുത്തഹക്കായ വസ്തുവിന്റെ മിസിലിനിക്ക് മിസിലില്ല എന്ന് പറയുമ്പോൾ ലസിമ നഫീൽ മൽസൂം, മൽസൂമായ മിസിലിനെ നഫി ചെയ്യൽ ലാസിമായി. വഹുവ, ആ മൽസൂം മിസ്ലു ദാലിക്കൽ മുത്തഹഖഖി, ആ യഥാർത്ഥ വസ്തുവിന്റെ മിസിലാണ്. ലഅന്നഹു യൽസമു മിൻ നഫിയിൽ ലാസിമി, ലാസിമിനെ നഫി ചെയ്യുന്നതിനാൽ ലാസിമാകും നഫീൽ മൽസൂമി, മൽസൂമിനെ നഫി ചെയ്യൽ. വയില്ല, ലാസിമിനെ നഫി ചെയ്യുന്നതിനാൽ മൽസൂമിനെ നഫി ചെയ്യൽ ലാസിമാകുന്നില്ല എങ്കിൽ കാനൽ മൽസൂമു മൗജൂദൻ ബിലാ ലാസിമിൻ, മൽസൂമ് ലാസിമില്ലാതെ മൗജൂദാഹു വഹുവ ബാത്തിലുൻ. അത് പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹഖീഖിയായ മഅനയെ ഉദ്ദേശിക്കൽ മുംതനി ആണ്. എന്തുകൊണ്ട് മുംതനി ആയി? ഈ പറഞ്ഞതിനർത്ഥം മിസിലിന്റെ മിസിലില്ല എന്ന് പറയുമ്പോൾ മിസിലിനെ നഫി ചെയ്യൽ ലാസിമായി വന്നു. അത് കിനായിയായ മഅനയാണ്. ആ കിനായിയായ മഅനയോട് കൂടെ ഇവിടെ കിനായത്താണ് എന്നതിന്റെ മഅന തെളിയിച്ചതാണിത്.
ഇവിടെ സുറൂഹുത്തുൽ ഖിസ് ദസൂക്കി 235. അതുകൊണ്ട് ഇവിടെ മിസിലിന്റെ മിസിലില്ല എന്ന് ഹക്കീക്കമാനെ ഉദ്ദേശിക്കൽ മുംതനി ആകുന്നത് എങ്ങനെ? അത് മുംതനി ആകുന്നത് മറ്റൊരു നിലയ്ക്ക് ചിന്തിക്കണം. അതായത് ഹക്കീക്കമാനെ ഉദ്ദേശിക്കുമ്പോൾ ഏതായി അർത്ഥം? മിസിലിന്റെ മിസിലില്ല, അപ്പൊ മിസിലുണ്ട് എന്നാവും. ഹക്കീക്കമാനെ ഉദ്ദേശിക്കൽ ജായിസാവലോട് കൂടെ ഇവിടെ എന്തുകൊണ്ട് ജായിസാകണില്ല? ഇവിടെ ഹക്കീക്കമാനയെ ഉദ്ദേശിക്കൽ ജായിസാകാത്തത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഖൗലുഹു മിൻ ബാബിൽ കിനായത്തി ഐ മിൻ ഹൈസു ഇന്ന സൽബ ശൈഇയ്യത്തി, ശൈഇയ്യത്തിനെ സെൽബ് ചെയ്യൽ, അൻ മിസിലി മിസിലിഹി, മിസിലിന്റെ മിസിലിനെ തൊട്ട് സെൽബ് ചെയ്യൽ യസ്തൽസിമു സൽബഹ അൻ മിസിലിഹി, മിസിലിനെ തൊട്ട് സെൽബ് ചെയ്യലിനെ ലാസിമാക്കും. ഇല്ല, നമ്മൾ നേരത്തെ വായിച്ചതാണ്. മിസിലിനെ സെൽബ് ചെയ്യുന്നില്ലെങ്കിൽ ലസിമത്തഹക്കുമോ, ദസൂക്ക് 241 തഹക്കുമു ലാസിമായി ഫി നഫി ശൈഇയ്യത്തി അൻ അഹദിൽ മിസിലൈനി, രണ്ട് മിസിലിൽ ഒന്നിനെ തൊട്ട് ശൈഇയ്യത്തിനെ നഫി ചെയ്യുക, ദൂനല്ലാഹി മറ്റേനെ കൂടാതെ. മിസിലിന്റെ മിസിലിനെ നഫി ചെയ്യുമ്പോൾ മിസിലിനെ നഫി ചെയ്യില്ല എങ്കിൽ ഒരു മിസിലിനെ നഫി ചെയ്യുന്നു, മറ്റേ മിസിലിനെ നഫി ചെയ്യാതിരിക്കൽ എന്താണ്? തഹക്കുമാണ്, പക്ഷം പിടിക്കലാണ്. അത് ശരിയല്ല. അപ്പോൾ കിനായത്തിന്റെ ബാബിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇവിടെ മിസിലിന്റെ മിസിലില്ല എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ് പ്രശ്നം? അത് ഈ മാതയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ലഫ്ദിലും ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവണമെങ്കിൽ ഉദ്ദേശിക്കാൻ പറ്റണമല്ലോ. ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റണം. അതിവിടെ പറ്റൂല, ഈ മാതയിൽ പറ്റൂല. അതായത് ലാസിമായ മഅനയെ, അതായത് മിസിലിനിക്ക് ലാസിമാണ് മിസിലിന്റെ മിസില്. അപ്പോൾ ഇവിടെ ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കുമ്പോൾ എന്താകും അർത്ഥം? അല്ലാഹുവിന് മിസിലിന്റെ മിസിലില്ല. ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസാവണമെങ്കിൽ ആ ലഫ്ദിൽ ഹക്കീക്കിയായ മഅന മാത്രം ഉദ്ദേശിക്കാൻ പറ്റണം. ഏത്? മജാസിയായ മഅന ഉദ്ദേശിക്കാതെ ഹക്കീക്കിയായ മഅന മാത്രം ഉദ്ദേശിക്കുന്നിടത്ത് ഏത് പറ്റുള്ളൂ? ലാസിമായ മഅനയോടുകൂടെ ഹക്കീക്കിയായ മഅന ഉദ്ദേശിക്കൽ ജായിസാവുള്ളൂ. അപ്പൊ ഇവിടെ ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം ഇവിടെ ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് മിസിലിന്റെ മിസിലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മിസിലുണ്ട് എന്ന് വരും. അപ്പോൾ ഈ മാതയിൽ അത് എന്ത്? ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കൽ പറ്റൂല. ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കുമ്പോൾ എന്താകും? അതായത് ഇവിടെ കിനായിയായ മഅന മിസിലില്ല എന്നാണ്, ഹക്കീക്കിയായ മഅന മിസിലിന്റെ മിസിലില്ല എന്നാണ്. അതിവിടെ കിനായിയായ മഅന എന്ന് പറയാൻ കാരണം എന്താ? മിസിലിനിക്ക് ലാസിമാണ് മിസിലിന്റെ മിസില്. അപ്പോൾ ലാസിമിനെ നഫി ചെയ്താൽ മൽസൂബിനെ നഫി ചെയ്യൽ വന്നു. അതുകൊണ്ട് ഇത് കിനായത്താണ്. അതോടൊപ്പം എന്തുകൊണ്ട് ഇവിടെ ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ പറ്റൂല എന്ന് പറഞ്ഞു? ഏതൊരു സ്ഥലത്തും ഹക്കീക്കിയായ മഅനയെ ഉദ്ദേശിക്കൽ ജായിസ് ആവണമെങ്കിൽ അവിടെ ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റണം. ഹക്കീക്കിയായ മഅനയെ മാത്രം ഈ മാതയിൽ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന് മിസിലുണ്ട് എന്ന് വരും. അത് മുഹാലാണ്. അപ്പോൾ ഇവിടെ ഈ മാതയിൽ ഹക്കീക്കിയായ മഅനയെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റൂല എന്നായി. അതാണ് കമാഫി കൗലി, അവരുടെ കൗലിലുള്ളതുപോലെ മിസുലുക്കടോ നിന്നെ പോലത്തവൻ ലായബുഹുലു ബഖീലല്ല, നിന്നെ പോലത്തവൻ ബഖീലല്ല എന്നതിനാൽ ലാസിമാണ് നീ ബഖീലല്ലാതിരിക്കല്.
അന്നഹും അവർ ഇതാ നഫൗഹു ആ ബുഖലിനെ അവർ നഫി ചെയ്താൽ അമ്മൻ ഒരാളെ തൊട്ട് യുമാസിലു ആ ഒരാള് തുല്യമാകും ഈ മുഖാത്തബിനോട് മുമാസിലായ ഒരാളെ തൊട്ട് ബുഖലിനെ നഫി ചെയ്യുമ്പോൾ അമ്മൻ അതായത് ഒരാളെ തൊട്ട് മറ്റൊരാളെ തൊട്ടും നല്ല അതായത് ഒരാളെ തൊട്ട് ഹെക്കൂന് ആ ആളാകും അലാ അഖസ്സി ഔസാഫി മുഖാത്തബിന്റെ പ്രത്യേകമായ വസ്ഫിന്റെ മേലിലാകും. മുഖാത്തബിന്റെ പ്രത്യേകമായ ഔസാഫിലുള്ള ഒരാളെ തൊട്ട് അതാണ് മുമാസിൽ എന്ന് പറഞ്ഞാൽ. മിസിൽ എന്ന് പറഞ്ഞാൽ അതാ മുഖാത്തബിന്റെ ഒരാൾക്ക് അയാളിന്റെ മിസിലാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഖാസായ വസ്ഫുകളൊക്കെ അയാൾക്ക് ഉണ്ട് എന്നാണ്. അതാണല്ലോ ഇയാളുടെ മിസിലാണ് ഇയാള് എന്നാൽ ഇയാൾക്ക് ഖാസായ ഔസാഫൊക്കെ ഇയാൾക്കുണ്ട്. അതാണ് മിസില്. അതാണ് പറഞ്ഞത് അമ്മൻ അതായത് ഒരാളെ തൊട്ട് യക്കൂന് ആ ഒരാളാകും അനാ അഖസ്സി ഔസാഫി മിസുലുക്ക എന്ന മുഖാത്തബ് ആ മുഖാത്തബിന്റെ പ്രത്യേകമായ ഔസാഫിന്റെ മേൽ ആകും അങ്ങനത്തെ ഒരാളെ തൊട്ട് അതായത് മുമാസിലിനെ തൊട്ട് ബുഖല് നഫി ചെയ്താൽ ഫഖദ് നഫൗ അവര് നഫി ചെയ്തു ഹു ആ ബുഖലിനെ അന്നു മുഖാത്തബിനെ തൊട്ട് മുഖാത്തബിനെ തൊട്ട് കമായക്കൂലൂര അവര് പറയും പോലെ. അതെങ്ങനെ മനസ്സിലായല്ലോ. നിന്നെപ്പോലത്തവൻ ബഖീലല്ല. നിന്നെപ്പോലത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ എല്ലാ ഔസാഫുമുള്ള ഒരാള്, ദാത്തെ വ്യത്യാസമുള്ള വസ്ഫുകളൊക്കെ രണ്ടാള് സമമാണ്. അതാണ് മുമാസില്. ആ മുമാസിലിനെ തൊട്ട് ബുഖലിനെ നഫി ചെയ്യുമ്പോൾ ആ മുമാസിലിന്റെ മുമാസിലാണ് ഇയാള്. ഈ മുഖാത്തബിന്റെ മുമാസിലിനെ തൊട്ടാണ് എന്ത് ബുഖലിനെ നഫി ചെയ്യുന്നത്. അപ്പോ ഈ മുമാസിലിന്റെ മുമാസിലാണ് ആര്? ഈ ഫുലാൻ, ഈ മുഖാത്തബ്. അപ്പൊ അവനെ തൊട്ട് എന്തായി? ബുഖലിനെ നഫി ചെയ്യൽ ആസിമായി. ഒരാളുടെ മുമാസിലിനെ തൊട്ട് ബുഖലിനെ നഫി ചെയ്യുമ്പോൾ ഈ ആള് മറ്റേ മുമാസിലിന്റെ മുമാസിലാണല്ലോ. അപ്പോ മുമാസിലിക്ക് ലാസിമാണ്, ഒരു ഷൈഇന്റെ മുമാസിലിക്ക് ലാസിമാണ് എന്ത്? ഒരു ഷൈഇന്റെ മുമാസിലിക്ക് ലാസിമാണ് ആ ഷൈഇ ഈ ഷൈഇ മറ്റ് മുമാസിലിന്റെ മുമാസിലാവൽ. അപ്പൊ മുമാസിലിനെ തൊട്ട് നഫി ചെയ്യുമ്പോൾ ഇവരെ തൊട്ടും നഫി ചെയ്ത് വന്നു. കമായക്കൂലൂന അവര് പറയും പോലെ എന്ത്? വലകുത്തു ഞാൻ എത്തിച്ചു അത്രാബഹു അവന്റെ സമപ്രായക്കാരെ, അവന് പ്രായം ഒത്തവരെ എന്ന് പറഞ്ഞാൽ അവന് പ്രായം ഒത്തവര് ഒക്കെ അവർക്കും പ്രായം ഒത്തവനാണ് ഇവനും. അവന്റെ പ്രായം ഒത്തവരെ ഞാൻ എത്തിച്ചു. അവന്റെ പ്രായം ഒത്തവരോട് ഒത്തവരാണ് ഇവന്റെ പ്രായവും. അപ്പൊ ഇവന്റെ പ്രായത്തെ എത്തിച്ചു. യുരീദൂന ബുലൂഹു ഇവന്റെ പ്രായം എത്തലിനെ അവരുദ്ദേശിക്കുന്നു. ഫഖൗലുന അപ്പൊ നമ്മുടെ കൗല് ലൈസ കല്ലാഹി ശൈഉൻ അല്ലാഹനെ പോലെ ഒരു ശൈഇ ഇല്ല. അതെന്താണ്? നേരെ മാനയാണ്. അവിടെ ലൈസ ഇല്ല, കല്ലാഹി അല്ലാഹുവിനെ പോലെ ശൈഉൻ ഒരു ശൈഇ ഇല്ല. വഖൗലുന നമ്മുടെ കൗല് ലൈസ കമിസ്ലിഹി ശൈഉൻ അല്ലാഹുവിനെ പോലെ ഒരു ശൈഇ ഇല്ല എന്നാണ് അവിടെ അർത്ഥവും. ഇത് രണ്ടും ഇബാറത്താനി, രണ്ട് ഇബാറത്താണ്. പിന്നെ ഇബാറത്താനി പിന്നെന്താണിത്? മുത്തആഖിബത്താനി അല്ലേ? ഒന്നൊന്നിന് പകരം വരുന്ന ഇബാറത്താണിത്. അലാ മാനം വായു ഒരു മാനാന്റെ മേൽ ഒന്നൊന്നിന് പകരം വരുന്ന ഇബാറത്താണ്. വഹുവ ആ മാനേതാ നഫിയുൽ മുമാസലത്തി അൻ ദാത്തിഹി അല്ലാഹുവിന്റെ ദാത്തിനെ തൊട്ട് മുമാസലത്ത് നഫി ചെയ്യലാണ്. വലാ ഫർഖ ബൈനമാ ഈ രണ്ട് ഇബാറത്തിന്റെ ഇടയിൽ ഫർഖില്ല. ഇല്ലാമാ തുഅ്തിഹിൽ കിനായത്തു കിനായത്ത് നൽകുന്ന ഒന്നൊഴികെ. അതെന്തിനാ? മുബാലഗത്തിനാൽ. ഹഖീഖിയായ മാനയെ വിട്ട് തെറ്റിക്കുമ്പോഴും മുബാലഗത്തുണ്ടാവും. വലാ യഖ്ഫാ ഹൗന ഈ ആയത്തിൽ ഖഫിയല്ല ഇറാദത്തുൽ ഹഖീഖിയ്യി ഹഖീഖിയ മാന ഉദ്ദേശിക്കലും മുംതനി ആണ്. വലാ യഖ്ഫാ ഹുന ഇംതിനാഉ ഇറാദത്തുൽ ഹഖീഖിയ്യി ഹഖീഖിയ മാന ഉദ്ദേശിക്കൽ മുംതനി ആണ്. ഈ ആയത്തിൽ അതിൽ തർക്കം ഇല്ല.
ഹക്കീക്കമാന മാത്രം ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ്ക്ക് മിസിലുണ്ട് എന്ന് വരും. അതാണ് മുംതനി ആയത്. വഹുവ ഹക്കീക്കമാന നഫിയുൽ മുമാസലത്തി, മുമാസലത്തിന് നഫി ചെയ്യലാണ് അമ്മൻ, ഒരാളെ തൊട്ട്. ആള് മുമാസിലുല്ലഹു, അള്ളാഹുവിന്റെ മുമാസിലാണ്. കണ്ടോ, അള്ളാഹുവിന്റെ മുമാസിലായ ഒന്നിനെ തൊട്ട് മുമാസലത്തിന് നഫി ചെയ്യാം. അപ്പൊ അള്ളാഹ്ക്ക് മിസിലിന്റെ മിസിലില്ല എന്ന് നോക്കുമ്പോ എന്താ, അള്ളാഹ്ക്ക് മിസിലുണ്ട് എന്നാ വരിക. വഅല അഖസ്സി ഔസാഫി, അള്ളാഹുവിന്റെ പ്രത്യേകമായ വസ്ഫിന്റെ മേലുള്ള ഒരാളെ തൊട്ട് മുമാസലത്തിന് നഫി ചെയ്യാം. ആ ഹക്കീക്കമാന മാത്രം ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ എന്തു വരും? ഹക്കീക്കമാന ഉദ്ദേശിക്കുന്ന ജായിസാണെങ്കിൽ ആ കലാമിൽ ആ മാതയിൽ ഹക്കീക്കമാന മാത്രം ഉദ്ദേശിക്കാൻ പറ്റണം. ഇവിടെ ഹക്കീക്കമാനെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് ഈ ആയത്തില് ഹക്കീക്കമാന ഉദ്ദേശിക്കൽ എന്താണ്? മുംതനി ആണ്. അത് ആ മാതന്റെ ഖുസൂസിയത്താണ്. കിനായത്താവുന്ന ഭാഗത്തിലൂടെ ഹക്കീക്കമാന ഉദ്ദേശിക്കൽ ജായിസാണ്. ചില മാതന്റെ പ്രത്യേകത കാരണം ഹക്കീക്കമാനെ ഉദ്ദേശിക്കാൻ പറ്റൂല. അതേ സമയത്ത് ഇതുപോലെ മറ്റൊരു ഉദാഹരണം ലൈസക്ക മീസി, വേറൊരു ഉദാഹരണത്താൽ പറ്റും. മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നതെങ്കിൽ പറ്റും. ലൈസക്ക മിസിലിഹി ഷൈഉൻ, ലൈസ സെയ്ദിന്റെ മിസിലിക്ക് മിസിലില്ല. അതിന്റെ അർത്ഥം എന്താണ്? സെയ്ദിനിക്ക് മിസിലില്ല എന്നാണ്. ആ മാതയിൽ എന്തെൽ ഹക്കീക്കമാന ഉദ്ദേശിക്കൽ മുംതനിയല്ല. സെയ്ദിനിക്ക് മിസിലുണ്ടാവാം, സെയ്ദിന്റെ മിസിലിനിക്ക് മിസിലില്ല എന്ന് പറഞ്ഞോടത്ത് സെയ്ദിന്റെ മിസിലിനിക്ക് മിസിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസിമായി സെയ്ദിനിക്ക് മിസിലില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്? ഹക്കീക്കമാന ഉദ്ദേശിക്കൽ മുംതനിയല്ല. ഇവിടെ ഹക്കീക്കമാനെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം എന്തുകൊണ്ടാ? ഈ മാതിനെ സംബന്ധിച്ചിടത്തോളം സെയ്ദിനിക്കൊരു മിസിലുണ്ടാവൽ മുംതനി അല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഈ മാതിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഹക്കീക്കമാന ഉദ്ദേശിക്കൽ മുംതനി ആയത്. ഇൻഷാ അല്ലാഹ്.